ധാരാളം പേരെ കൊണ്ടുവന്നു എന്ന് പറയുന്നു. എത്ര കുറ്റവാളികൾക്കാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കൃത്യമായ ശിക്ഷ ലഭിച്ചതായി കണ്ടിട്ടുള്ളത്? ആ ഉത്രാവ് വധക്കേസ് പുറത്തു കൊണ്ടുവരുന്നതിലും അതുപോലെ തന്നെ അവിടെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തത് ആദ്യം എടുത്തത് ഞാനാണ്. നമസ്കാരം, സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ലണ്ടനിലെ ഒരു മലയാളി കുടുംബത്തിന്റെ കഥയാണിത്. മുൻകോപിയായ ഭർത്താവിന്റെ അടിയേറ്റ് ഭാര്യയുടെ ഒരു പല്ല് നഷ്ടപ്പെടുന്നു. 5 മിനിറ്റിനുള്ളിൽ പോലീസ് സ്ഥലത്തെത്തുന്നു. ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ആരാണ് അറിയിച്ചതെന്ന് അറിയില്ല. ഒരു പകൽ മുഴുവൻ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്ന ഭർത്താവിനെ ഇറക്കി വിടാൻ പോലീസിന്റെ കാലു പിടിച്ചത് ഭാര്യ തന്നെ. ഇനി ഒരു പ്രശ്നമുണ്ടായാൽ ആ വീട്ടിൽ പ്രവേശനം വിലക്കുന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ നൽകിയാണ് പോലീസ് അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ഈ സംഭവം നടക്കുന്നതിനടുത്തുണ്ടായിരുന്ന ഒരു സീനിയർ മലയാളി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നമ്മുടെ നാട് പോലല്ല, സ്ത്രീകൾക്ക് വലിയ സംരക്ഷണമാണ് ഉള്ളത്. വികസിത രാജ്യങ്ങളിലും സ്ത്രീ പീഡനങ്ങളുടെ കഥ കേൾക്കാറുണ്ട്. പക്ഷേ സ്ത്രീകളുടെ സുരക്ഷിതത്വ ബോധം അവിടെ വളരെ കൂടുതലാണ്. നമ്മുടെ കൊച്ചു കേരളം വിദ്യാഭ്യാസത്തിൽ മുന്നിലാണെങ്കിലും ഈ നാടുകളോട് താരതമ്യം ചെയ്യാനാകുന്നില്ല. പ്രണയബന്ധത്തിന് തയ്യാറാകാത്ത പെൺകുട്ടികൾ വെടിയേറ്റ് മരിക്കുന്നു, കുത്തേറ്റ് മരിക്കുന്നു. ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ പോലും ആത്മഹത്യയെന്നും അല്ലെന്നും പറയാവുന്ന രീതിയിൽ മരിക്കുന്നു. സ്ത്രീകളെ കൊന്ന് അടുക്കളയിൽ കുഴിച്ചു മൂടുന്നു. ഭർത്താവിന്റെ പ്രതികാരത്തിന്റെ ഇരയായി അമ്മയായ സ്ത്രീ പോക്സോ കേസിൽ അകത്താകുന്നു. പിന്നീട് വെറുതെ വിടുന്നു. അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടി പുരുഷന്റെ മതം ഏതായാലും ഇഷ്ടപ്പെട്ട പുരുഷനെ കെട്ടണമെങ്കിൽ ആ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കണമെന്ന നാട്ടുനടപ്പ്. ഈ 21-ാം നൂറ്റാണ്ടിലും ഭർത്താവിനെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഒരു ചുംബനം നൽകി എന്ന കുറ്റത്തിന് ഭാര്യയെ മർദ്ദിക്കുന്ന ഭർത്താവിന്റെ അമ്മയും അച്ഛനും. പുറത്തറിയുന്ന പീഡനങ്ങളുടെ ആയിരക്കണക്കിന് മടങ്ങാണ് പുറത്തറിയാത്ത പീഡനങ്ങളെന്ന് അറിവുള്ളവർ പറയുന്നു. എന്നാൽ ഇതിനിടയിൽ സ്ത്രീകൾക്കു തന്നെ മാനക്കേടുണ്ടാക്കുന്ന നിയമത്തിന്റെ സാധ്യതകൾ മുതലെടുക്കുന്ന ഹണി ട്രാപ്പുകൾ. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സംവിധാനം സ്ത്രീകൾക്ക് മതിയായ സുരക്ഷ നൽകുന്നില്ലേ? നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാൽ, വനിതാ ആക്ടിവിസ്റ്റായ ശ്രീമതി ജ്യോതി നാരായൺ, പ്രവാസി സംഘടനയായ ഗ്ലോബൽ മീഡിയ സെൽ കോർഡിനേറ്റർ ശ്രീമതി ലിസി ഫെർണാണ്ടസ്. എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ ഷാഹിദ കമാൽ, ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും അധികമാർക്കും അറിയേണ്ട വിധം അറിയാത്ത ഒരു സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ. പോലീസിനേക്കാൾ സ്ത്രീകൾ ആവലാതികൾ ഇറക്കി വയ്ക്കാൻ ധൈര്യം കാണിക്കുന്ന ഇടമെന്നാണ് പൊതുവെ ഒരു ധാരണ. എന്താണ് വനിതാ കമ്മീഷൻ? എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്? ശ്രീ ജോസഫ്, വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിൽ. കാരണം ഇന്ന് രാവിലെ കൂടി ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, മാഡം, ഞാൻ വനിതാ സെല്ലിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാഡം നോക്കണം. ഞാൻ ചോദിച്ചു, വനിതാ സെല്ലിൽ കൊടുക്കുന്ന പരാതി എങ്ങനെയാണ് വനിതാ കമ്മീഷൻ നോക്കുന്നത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പൊ വനിതാ സെൽ എന്താണ്, വനിതാ കമ്മീഷൻ എന്താണ് എന്ന് പോലും വ്യക്തമായി തിരിച്ചറിയാത്ത ഒരുപാട് സാധാരണക്കാരായ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലൂടെയും ഞാൻ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം 1900 കമ്മീഷൻ നിലവിൽ വരുന്നത് 25 വർഷമാകുന്നു. വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ട് വനിതാ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് വനിതകളുടെയും കുട്ടികളുടെയും അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അവർക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങൾ, അത് പീഡനങ്ങളും അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ലൈംഗികം മാത്രമല്ല, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, ലൈംഗികമായി, തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ തുടങ്ങി എല്ലാ അതിക്രമങ്ങളും ആ പട്ടികയിൽ വരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അന്തസ്സിനെയും അഭിമാനത്തെയും ഹനിക്കുന്ന ഏത് പ്രവൃത്തിയെയും അതിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കാവുന്ന ഒരു അർദ്ധ ജുഡീഷ്യറി സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ. പക്ഷെ പലപ്പോഴും നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകൾക്കെന്ന് മാത്രമല്ല, അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾക്ക് പോലും വനിതാ കമ്മീഷനെയും വനിതാ സെല്ലും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോ പറയാറുണ്ട്, നമ്മുടെ പാഠ്യ പദ്ധതിയിൽ
അത്യാവശ്യം ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിയമ പരിജ്ഞാനം കൂടി ഉൾക്കൊള്ളിക്കുന്ന പാഠ്യപദ്ധതി വേണം എന്ന് ഞാൻ പല ഘട്ടങ്ങളിലും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇതിനകത്ത് വനിതാ കമ്മീഷൻ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണുള്ളത്. അങ്ങനെ 5 പേര് ചേരുന്നതാണ് വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നത് വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ വേഗത്തിൽ കൊടുക്കാൻ സാധിക്കും. ഒന്ന്, തിരുവനന്തപുരമാണ് വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. ഇപ്പോൾ ഈ കമ്മീഷൻ അധികാരത്തിൽ വന്നതിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ വനിതാ കമ്മീഷന്റെ റീജിയണൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി പരാതി കൊടുക്കുന്നത്, നമുക്ക് ഒരു വെള്ള പേപ്പറിൽ പരാതി എഴുതി വനിതാ കമ്മീഷനിൽ കൊടുക്കാം. അത് തിരുവനന്തപുരത്ത് ഓഫീസിൽ നേരിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ തപാൽ വഴി അയക്കാം. അയക്കേണ്ട അഡ്രസ്സ് കേരള വനിതാ കമ്മീഷൻ, PMG എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഷോർട്ട് ഫോം ആണ്. കേരള വനിതാ കമ്മീഷൻ PMG പട്ടം PO തിരുവനന്തപുരം 4 എന്ന അഡ്രസ്സിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ മെയിൽ ചെയ്യാം. മെയിലിലൂടെയും പരാതി അയക്കാം. അത് കൂടാതെ ഓഫീസിൽ വരുന്നവർക്ക് അവിടെ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല വിധത്തിൽ പരാതി കൊടുക്കാം. നേരിട്ട് പരാതി കൊടുക്കാം, തപാൽ വഴി പരാതി കൊടുക്കാം, മെയിൽ ID വഴി പരാതി കൊടുക്കാം. അപ്പൊ ഇതെല്ലാം കേരള വിമൻസ് കമ്മീഷന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ മെയിൽ ID അടക്കം എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. ഇനി അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാല്, വനിതാ കമ്മീഷനിൽ വരുന്ന പരാതികൾ 14 ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് പരാതികൾ അവിടെ വരാറുണ്ട്. ആദ്യം ഈ പരാതി സോർട്ട് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് ലോക്കൽ ഷീറ്റ് ഇട്ടതിന് ശേഷം ഓരോ ജില്ലകളിലേക്കുമുള്ള പരാതികൾ വേറെ തിരിക്കും. അതിൽ ഗാർഹിക പീഡനം, ലൈംഗിക പീഡനം, അങ്ങനെ ആ പരാതികളുടെ ഗൗരവം അനുസരിച്ച് ആ പരാതി തിരിക്കുകയും അടിയന്തര ഇടപെടൽ നടത്തേണ്ട പരാതി ഉണ്ടെങ്കിൽ ആ തിരിക്കുന്ന സമയത്ത് തന്നെ ഏത് ജില്ലയിലെ പരാതിയാണോ അത് ആ ജില്ലയിലെ ചാർജ് വഹിക്കുന്ന കമ്മീഷൻ അംഗം, ഇപ്പൊ ഞാൻ ചാർജ് വഹിക്കുന്നത് കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ്, ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഇടുക്കി. അപ്പൊ ഈ ജില്ലകളിലെ ഏതെങ്കിലും അടിയന്തര ഇടപെടൽ, ഈ പറഞ്ഞ കണക്ക് ലൈംഗിക പീഡനമോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ തടഞ്ഞു ഒളിവിൽ വീട്ടിൽ തടങ്കലിൽ വെച്ചിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ആ ജില്ലയിലെ ചുമതലയുള്ള കമ്മീഷനെ അറിയിക്കുകയും അവര് അടിയന്തര ഇടപെടൽ നേരിട്ട് വിസിറ്റ് ചെയ്തോ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടുപോയിട്ടോ എങ്ങനെയാണെങ്കിലും അതിനകത്ത് അടിയന്തര ഇടപെടൽ നടത്തി അതിന് പരിഹാരം കാണുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. അല്ലാത്ത പരാതികള് അതാത് ക്രമം അനുസരിച്ച് അതാത് ജില്ലകളിലേക്ക് മാറ്റിയതിനു ശേഷം 14 ജില്ലയിലും കമ്മീഷന്റെ സിറ്റിംഗ് നടക്കും. ഒരു മാസം 14 ജില്ലയിലും സിറ്റിംഗ് നടക്കും. കേസ് കൂടുതലുള്ള തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം പോലെയുള്ള ജില്ലകളിലൊക്കെ ഒന്നിലധികം സിറ്റിങ്ങുകൾ നടക്കും. അല്ലാത്ത ജില്ലകളിലൊക്കെ ഒരു സിറ്റിംഗ്. അപ്പോൾ ഏത് ജില്ലയിൽ നിന്നാണോ പരാതി തന്നത് അതാത് ജില്ലകളിൽ തന്നെയാണ് പരാതിക്കാരെ വിളിക്കുന്നത്. ഒരു കാരണവശാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ല. തിരുവനന്തപുരത്ത് അവരിങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ മാത്രമേ ആ സ്ഥാനത്ത് വിളിക്കുള്ളൂ. അല്ലെങ്കിൽ അതാത് ജില്ലകൾ, അതായത് പരാതിക്കാരുടെ അടുത്തേക്ക് കമ്മീഷൻ ചെല്ലുകയാണ്. അതുപോലെ നമുക്കറിയാം, സാധാരണ ഞാൻ പറഞ്ഞത് അർദ്ധ ജുഡീഷ്യറി സ്ഥാപനമാണ്. നമ്മൾ കോടതികളൊക്കെ പൂർണ്ണ ജുഡീഷ്യറി സ്ഥാപനമാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരു പരാതി കൊടുക്കണമെങ്കിൽ, ഒരു കേസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണണം. അപ്പൊ നമുക്ക് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, സമയം, ഇപ്പോഴും പല കേസുകളും നമുക്കറിയാം 10-12 വർഷമായിട്ട് തീരാത്ത കേസുകളുണ്ട് കോടതിയിൽ. കാരണം കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ്. അപ്പൊ വനിതാ കമ്മീഷനിൽ ഇപ്പൊ ഈ ഒരു 1.5 വർഷമായിട്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സിറ്റിംഗ് നടത്താൻ പറ്റാത്തത് കൊണ്ട് കുറച്ചെണ്ണം കൂടുതലുണ്ട്. അല്ലെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് സിറ്റിംഗ് നടത്തി പരമാവധി വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അയൽവക്കക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എവിടത്തെയാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യം ഇരു കൂട്ടരെയും ഇരുത്തി സംസാരിച്ച് അത് താക്കീത് ചെയ്യേണ്ടവർക്ക് താക്കീത് ചെയ്ത് ഇനി മേലിൽ ആവർത്തിച്ചാൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കും എന്നുള്ള താക്കീതോടു കൂടി വിടും. അതല്ല ഗൗരവതരമായ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ അത് കേസെടുത്ത് അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് FIR ഇടാനാണെങ്കിൽ, ഗാർഹിക പീഡനമാണെങ്കിൽ DIR-ഉം, അല്ലാത്ത പ്രശ്നമാണെങ്കിൽ FIR ഒക്കെ ഇട്ട് കേസ് ചാർജ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് വനിതാ കമ്മീഷന്റെ പ്രവർത്തനം. വനിതാ കമ്മീഷന് അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങും ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്ന് പറഞ്ഞാൽ SP ആണ് അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ, പിന്നീട് CI, SI, കോൺസ്റ്റബിൾസ്. അഡ്മിനിസ്ട്രേഷൻ വിങ് എന്ന് പറയുമ്പോഴത്തേക്കും മെമ്പർ സെക്രട്ടറി ആണ് അതിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ചുമതല. പിന്നീട് AO, FO, SS, JS തുടങ്ങി താഴോട്ടുള്ള ഇതിന്റെ എല്ലാം മുകളിലാണ് വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷനാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. എല്ലാ മാസവും
ഒരു ദിവസം ഞങ്ങളിപ്പം 5-ാം തീയതിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ക്യാബിനറ്റ് പോലെ എല്ലാ മാസവും 5-ാം തീയതി വനിതാ കമ്മീഷന്റെ മീറ്റിംഗ് ഉണ്ട്, കമ്മീഷൻ മീറ്റിംഗ് ഉണ്ട്. ആ കമ്മീഷൻ മീറ്റിംഗിലാണ് ഓരോ മാസത്തെയും പ്രവർത്തനങ്ങള്, ഓരോ മാസത്തെയും സിറ്റിംഗിന്റെ ഡേറ്റുകൾ ഒക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടേറെ സംശയങ്ങളും ആശങ്കകളും തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകളും ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഉള്ളത് കൊണ്ട് ഞങ്ങള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, NGOs ഒക്കെ ആയിട്ട് സഹകരിച്ച് നിരവധിയായിട്ടുള്ള ബോധവൽക്കരണ സെമിനാറുകളും നടത്തുന്നുണ്ട്. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ വെബിനാർ ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പം കോവിഡ് ആണെന്ന് കരുതി നമ്മൾ മാറി നിൽക്കുന്നില്ല. ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ജനങ്ങളിലേക്ക് ബോധവൽക്കരണം എത്തിക്കാൻ പറ്റുമോ ആ തരത്തിലേക്കൊക്കെ ഉള്ള ഇടപെടലുകൾ വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ ഒരു പ്രൊഫസർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, വനിതാ കമ്മീഷൻ പരാതി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ അപ്പൊ അവരോട് ചോദിച്ചു, ടീച്ചറെ എനിക്ക് സഹതാപമുണ്ട് ടീച്ചറെ, കാരണം മാഡം ഒരു തലമുറയെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. എന്നിട്ട് പോലും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംവിധാനമായ വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ടീച്ചർക്ക് ചോദിക്കേണ്ടി വരുമ്പോൾ ടീച്ചർ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുണ്ട്. അതേപക്ഷം ഞാൻ ഈ സെമിനാറിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും, ഞാൻ ഒരിക്കലും സ്ത്രീകൾക്ക് മാത്രമായിട്ട് ക്ലാസ് എടുക്കാൻ പോകാറില്ല. കാരണം ഈ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് സമൂഹത്തിന്റെ രണ്ട് വശമാണ്. അപ്പൊ ആ രണ്ട് വശങ്ങൾ ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ഒരു സ്ത്രീക്കെതിരെ ഒരു അതിക്രമം നടത്തിയാൽ എന്ത് ശിക്ഷ കിട്ടും എന്ന് അറിയേണ്ടത് പുരുഷനാണ്. അത് പുരുഷൻ അറിഞ്ഞില്ലെങ്കിൽ ആ പുരുഷൻ വീണ്ടും വീണ്ടും സ്ത്രീയെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും, അവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു സ്ത്രീയെ മർദ്ദിച്ചാൽ എനിക്ക് ഇന്ന ശിക്ഷ ലഭിക്കും എന്ന് ആ പുരുഷൻ മനസ്സിലാക്കിയാലല്ലേ ആ മർദ്ദനത്തിൽ നിന്ന് അയാൾ പിന്മാറുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പുരുഷനും സ്ത്രീയും കൂടെ ചേരുന്ന ഒരു കൂട്ടത്തിന് വേണം എപ്പോഴും നമ്മൾ ബോധവൽക്കരണം നടത്താൻ. ഞാൻ സ്കൂളിലും കോളേജിലും ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ രക്ഷകർത്താക്കളെ കൂടി കൊണ്ടുവരിക. കാരണം രക്ഷകർത്താക്കളോടാണ് ആദ്യം സംസാരിക്കേണ്ടത്. ഇവിടെ ശ്രീ ജോസഫ് പറഞ്ഞതുപോലെ പ്രണയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഒരുപാട് വാചാലമായിട്ട് സംസാരിക്കാനുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എന്റെ മുന്നിൽ വന്നിട്ടുള്ള 100 കണക്കിന് കേസുകളൊക്കെ പരിഗണിക്കുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് ഒറ്റ വാക്കി ഞാൻ മറുപടി പറയാം. നമ്മുടെ കുട്ടികളെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും അവരെ കേൾക്കാൻ തയ്യാറാവുകയും അവിടെ വീടുകളിൽ ഒരു ആശയവിനിമയം ഉണ്ടാവുകയും കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബമായി നമുക്ക് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഒരു കുട്ടികളും വഴിതെറ്റില്ല എന്ന് അടിവരയിട്ട് ഞാൻ പറയുന്നു. എന്റെ പ്രവർത്തന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ പല കുട്ടികൾക്കും വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് അവർ സ്നേഹം തേടിപ്പോകുന്നത്. ഒരിക്കൽ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത്, കണ്ണൂർ സ്വദേശിനിയായ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നിട്ട് ആ പെൺകുട്ടി അവിടെ ഒരു പയ്യനുമായിട്ട് അഫെയർ ആവുകയും ആ പയ്യന്റെ വീട്ടിൽ പോയി അവിടെ വെച്ച് അരുതാത്തതൊക്കെ സംഭവിക്കുകയും ചെയ്തതിനു ശേഷം ആ പയ്യനെതിരെ പരാതിയുമായിട്ട് കമ്മീഷൻ വന്നപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും വിളിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ അടുത്ത് ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ആ കുട്ടി അച്ഛന്റെയും അമ്മയുടെയും നമ്പർ തരാൻ തയ്യാറായില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അച്ഛനെയും അമ്മയും വരുത്തും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മാഡം മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല, എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ വഴിക്ക്, എന്റെ അമ്മ എന്റെ അമ്മയുടെ വഴിക്ക് പോകുന്നു, ഞാൻ പിന്നെ എന്ത് ചെയ്യണം, എന്റെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞൊരു കുട്ടി. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, അച്ഛനും അമ്മയും അങ്ങനെ പോയാൽ മകൾ അങ്ങനെ തെറ്റിലേക്ക് പോവുകയല്ല, അവർക്ക് മോൾ മാതൃകയായി ജീവിച്ച് അവരെ തിരുത്താൻ മോള് തയ്യാറാകണം എന്ന് ഞാൻ ആ കുട്ടിക്ക് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ ഉപദേശിച്ച് പറഞ്ഞ് വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. അപ്പൊ വനിതാ കമ്മീഷനില് പരാതി കൊടുക്കുമ്പോൾ വളരെ വേഗത്തിൽ, വളരെ ചുരുങ്ങിയ ചെലവിൽ പരിഹാരം കാണാൻ സാധിക്കും. കേരളത്തിൽ ഒരുപാട് കമ്മീഷനുകൾ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു കമ്മീഷൻ വനിതാ കമ്മീഷനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കമ്മീഷൻ അംഗമായി ഞാൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷം വനിതാ കമ്മീഷനെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ വനിതാ കമ്മീഷനിലേക്ക് വരുന്ന പരാതികൾ പരിഗണിക്കുകയും പരിഹാരം കാണുകയും കേസെടുക്കേണ്ടത് കേസെടുക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ കേരളത്തിലെ സ്ത്രീകളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയും വിഷയങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെ അവർക്ക് പൂർണ്ണമായ നീതി ലഭിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ അവിടെ പോലീസിന്റെ ഭാഗത്താണോ മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്താണോ ശക്തമായ ഇടപെടൽ നടത്തുന്ന അടുത്ത സമയത്തുണ്ടായ 1-2 കേസുകൾ ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഉത്ര വധക്കേസ്. കാരണം പാമ്പിനെ പോലെ നമുക്കറിയാം, പണ്ടൊക്കെ സ്ത്രീകളെ കൊല്ലുന്ന അത് വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തില് കൊലപാതക രീതി പോലും മാറുന്നു. പാമ്പിനെ പോലും ആയുധമാക്കിക്കൊണ്ട്
തന്റെ ജീവിത പങ്കാളിയെ, തന്റെ മകന്റെ അമ്മയെ കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത, ഒരു ക്രൂരമായി അമ്മയെ കൊല്ലാൻ കാണിക്കുന്ന ദുഷ്ട മനസ്സുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഉത്ര വധക്കേസ് പുറത്തു കൊണ്ടുവരുന്നതിലും അതുപോലെ തന്നെ അവിടെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തത് ആദ്യം എടുത്തത് ഞാനാണ്. അതനുസരിച്ചിട്ടാണ് അവരുടെ അച്ഛനടക്കം ജയിലിലായതൊക്കെ. അപ്പൊ അത്തരം കേസുകളിലൊക്കെ വളരെ ശക്തമായ ഇടപെടലുണ്ടായി. അതുപോലെ വിസ്മയ കേസിൽ ഈ സംഭവം നടന്നപ്പോൾ വിസ്മയുടെ സഹോദരൻ ആദ്യം വിളിക്കുന്നത് എന്നെയാണ് വിളിച്ചത്. മാഡത്തിന്റെ സഹായം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ആ വീട്ടിലെത്തുകയും ആവശ്യമായ ഇടപെടലുകളൊക്കെ നടത്തുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ശ്രീ ജോസഫിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അപര്യാപ്തത കൊണ്ടാണോ എന്നൊക്കെ. നമ്മുടെ നമുക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ, നിയമ സംവിധാനത്തിന്റെ അപര്യാപ്തത കൊണ്ടോ, നിയമം ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ടോ ഒന്നുമല്ല. ആദ്യം മാറേണ്ടത് മനുഷ്യന്റെ മനോഭാവമാണ്, മനുഷ്യന്റെ ചിന്തയാണ് മാറേണ്ടത്. നിയമത്തെ ഭയക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യനെ ദ്രോഹിക്കാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന മനുഷ്യന്റെ മനോഭാവവും ചിന്തയുമാണ് മാറേണ്ടത്. അത്തരത്തിൽ മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങണം. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു കുഞ്ഞിനെ, നല്ലൊരു പൗരനെ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ പാഠ്യപദ്ധതികൾ, നമ്മുടെ വിദ്യാലയങ്ങൾ അത്തരത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. സമൂഹം ആകെ മാറേണ്ടതുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലൂടെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിലെ തെറ്റുകളെ തിരുത്തിക്കാൻ ഒക്കെ. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. കാരണം എവിടെ അനീതി കണ്ടാലും, എവിടെ അധാർമികത കണ്ടാലും വനിതാ കമ്മീഷൻ അവിടെ ഇടപെടുന്നുണ്ട്, അവിടെ ഓടിയെത്തുന്നുണ്ട്. അതിനാവശ്യമായ ഇടപെടലുകളും വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ അത് കൂടുതൽ പറയാം. ശ്രീമതി ജ്യോതി നാരായൺ, ഡോക്ടർ ഷാഹിദ കമാൽ പറയുന്നത് പോലെ വളരെ ബൃഹത്തായ ഒരു സംവിധാനം കേരളത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് മലപ്പുറത്ത് ഒരു പോലീസുകാരന്റെ മകൾ പീഡിപ്പിക്കപ്പെട്ടതുൾപ്പെടെ ചില വാർത്തകൾ അകാരണമായി രഹസ്യമായി വെക്കാൻ ശ്രമിക്കുന്നതായി കാണപ്പെടുന്നുവെങ്കിലും പൊതുവെ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് മാധ്യമങ്ങളെന്ന പ്രതീതിയും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങിയ ഈ കാലത്ത് സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷ നൽകാൻ ഈ സംവിധാനങ്ങൾ മതിയാകുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ശ്രീമതി ഷാഹിദ കമാൽ പറഞ്ഞ ഇതിനോട് മുഴുവൻ യോജിക്കുന്നു. പക്ഷെ അതിന് മറുവശമുണ്ട്. അതിനൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട്. കാരണം വനിതാ കമ്മീഷൻ ഇത്രയും കാര്യം, കാരണം അതിനൊരു സിസ്റ്റം ഉണ്ട്, അതിനൊരു സംവിധാനം ഉണ്ട്, അത് അതിന്റെ രീതിയിൽ വർക്ക് ചെയ്തല്ലേ. പക്ഷെ ഇത്രയും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴുമാണ് ഇത്രയും റേപ്പ് കേസുകളും, ഇത്രയും കൊലപാതകങ്ങളും, ഇത്ര ആത്മഹത്യകളും, ഇത്രയും പീഡനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയണം. അപ്പൊ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ അറിയാം. ഒരു കോളേജ് പ്രൊഫസർ ചോദിക്കണു വനിതാ കമ്മീഷനിൽ എങ്ങനെയാണ്, ഇത് ഞാൻ എടുത്ത ഉദാഹരണമല്ല, അതിൽ തന്നെ പറഞ്ഞതാണ്. ഒരു കോളേജ് പ്രൊഫസർ ചോദിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് പരാതി എഴുതണ്ടേ. ദാറ്റ് മീൻസ് അവിടേക്ക് പോലും എത്തിയിട്ടില്ല ഈ സാധനം. ഈ സംവിധാനത്തിന്റെ ഒരു ഗുണം അവിടെ ആ ലെവലിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യണേൽ എന്തോ പരിമിതി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എവിടെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ 10-40 വർഷത്തോളമായി ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടും അയ്യോ എന്താ ഇങ്ങനെ ഓരോ ദിവസം മോശമായിട്ട് വരുന്നത്. അപ്പൊ എനിക്ക് വളരെ എന്തുകൊണ്ടാ സ്ത്രീകൾ, ഞാൻ സംസാരിക്കുന്ന സ്ത്രീകൾ പോലും ഇതെന്താ ബോധ്യപ്പെടാത്തെന്ന്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, ഞാൻ പറയുന്നതിൽ എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രശ്നം. ആ രീതിയിൽ ആ കാര്യത്തിനെ സമീപിച്ചാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനത്തില്, നമ്മുടെ ഇതിലും ഒക്കെ തന്നെ എവിടെയോ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇപ്പൊ ഏറ്റവും നല്ല ഇപ്പൊ വാളയാർ കേസിൽ തന്നെ ഒരൊറ്റ കേസ് എടുത്താല് ഒരു കുട്ടി മരിച്ചിട്ട് രണ്ടാമത് ഒരു കുട്ടി മരിക്കുമ്പോ എവിടെയോ കുഴപ്പം നമുക്കുടെ ഇടയിലുണ്ട്, നമ്മുടെ ഈ സംവിധാനത്തിനുണ്ട്, ഈ സിസ്റ്റത്തിനുണ്ട്. ഇനി ഈ 2 കേസുകൾ മാത്രമല്ല, ഇപ്പൊ മാഡത്തിന് എന്നെക്കാൾ നന്നായിട്ട് അറിയാം. ഞാൻ എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് മാത്രം കയ്യിലുള്ള ഒരാളാ. അതിനപ്പുറത്തേക്ക് എൻ്റെ കയ്യിൽ അധികാരമില്ല, പണമില്ല, ഒന്നുമില്ല. എനിക്കുള്ളത് എൻ്റെ കമ്മിറ്റ്മെന്റ് മാത്രമാണ്. എന്നിട്ട് ഞാൻ ഇടപെടുന്നത് 100 കണക്കിന് കേസുകളിലാണ്. ഇപ്പോ ഈ വടയാറിൽ തന്നെ ഈ 2 കേസ്, മരിച്ച 2 കുട്ടികളല്ലാതെ എത്ര കേസ് അവിടെ ഉണ്ടെന്ന് മാഡത്തിന് അറിയായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഒന്നും എത്തിപ്പെടാൻ കഴിയാത്തത്? അവിടെയാണ് ആലോചിക്കേണ്ടത്. നമ്മൾ എത്ര ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ 100% അംഗീകരിക്കുന്നു. ഇപ്പൊ ഇരിക്കുന്ന ആളുകള് ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ നിഷേധിക്കുന്നേ ഇല്ല. പക്ഷെ പോരാ, അതിന് പരിമിതി ഉണ്ട്. അതിനെ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. അത് എവിടെയാന്ന് അന്വേഷിക്കുന്നതാണ് നമ്മൾ വിജയത്തിലേക്ക് വരുന്നത്. ഇപ്പൊ വളയാറില് എത്ര കേസുകൾ ഉണ്ടെന്നുള്ളത് അറിയാലോ. ഈ 2 കേസ് അല്ലല്ലോ, ഈ 2 കുട്ടികളല്ലല്ലോ. അതുപോലെ ഓരോ സ്ഥലത്തും. മാത്രമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന്റെ എത്ര ശതമാനം പുറത്തു വരുന്നുണ്ട്.
ഇപ്പൊ നമ്മൾ വിസ്മയുടെ ഉത്തരേടം കേസ് കഴിഞ്ഞു, അതിനുശേഷം എത്ര പേര് മരിച്ചിട്ടുണ്ട്? അതിന്റെ കൃത്യം കണക്ക് ഉണ്ടോ? അത് അവിടെയാണ് അതിൽ ഏറ്റവും വലിയ പ്രധാന എന്ന് പറയുന്നത്. ഒരു പത്രത്തിൽ വരികയോ ടിവിയിൽ വരികയോ അധികാരമോ പണമോ ഉള്ള കേസുകൾ നമ്മളൊക്കെ അറിയുന്നു, അതൊക്കെ വളരെ. അതല്ലാതെ സാധാരണ മനുഷ്യർക്ക് ഇപ്പോഴും നീതി കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. ഇപ്പൊ ഒരു 30 വർഷം മുമ്പ് എനിക്കിത് വിചാരിച്ചിരുന്ന ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ്. പക്ഷെ ഇപ്പൊ തുടർന്ന് ഇപ്പൊ എനിക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. ഈ സംവിധാനത്തിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ കേസുമായിട്ട് സ്റ്റേഷനിൽ ചെന്നാൽ പിന്നെ അവർക്കെതിരെ കേസെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും എത്താറുണ്ട്. ആ പ്രശ്നത്തിനേക്കാൾ, ഇപ്പൊ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നത്തിനേക്കാൾ ഈ സിസ്റ്റത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ഈ നീതി ഉറപ്പാക്കും എന്ന് പറയുന്ന സിസ്റ്റത്തിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ചെന്ന് നിൽക്കുന്നത്. യഥാർത്ഥത്തിലുള്ള എത്ര കേസുകളാണ് അങ്ങോട്ട് എത്തുന്നത്? നിലവില് നമ്മൾ ഇപ്പോഴും ദാരിദ്ര്യവും സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് നീതി എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനി തന്നെയാണ്, ലഭിക്കുന്നില്ല. അത് നമ്മൾ അത് പറയുമ്പോൾ ഇപ്പൊ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാള് വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം അത് റിയൽ ആണെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. എങ്കിലേ ഇതിനെ തിരുത്താൻ പറ്റുള്ളൂ, നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ശക്തി പോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്സും വേണം. മറ്റൊരു കാര്യം, ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ, ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ പോലീസും സംവിധാനവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അപ്പൊ ലോ ആൻഡ് ഓർഡർ എന്തിനുള്ളതാ? ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. ആ ലോ ആൻഡ് ഓർഡറിനെ വളരെ ന്യായമായി ഉപയോഗപ്പെടുത്തണം, ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുള്ളൂ. ഇതിപ്പോ ഒരു കേസിൽ പ്രതിയായ, പ്രത്യേകിച്ച് സെക്സ് റാക്കറ്റില് ഒരു കേസിൽ പ്രതിയായ ആൾക്കാർ പിന്നെയും പ്രതിയായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ പ്രശ്നമാണത്. ഇത് ജഡ്ജസ് പോലും അംഗീകരിച്ചൊരു കാര്യമാണ്. കാരണം അപ്പൊ അത് എവിടെയാണ് കുഴപ്പം? പിന്നെ നമ്മൾ ശിക്ഷിക്കുക എന്നുള്ളതാണ്. കറക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റേ നമുക്ക് വരുന്നില്ല. ശിക്ഷിക്കുക എന്നുള്ളതല്ല, ഇതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സംവിധാനത്തില്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോ സാധാരണ കോളേജുകളിലൊക്കെ സംസാരിക്കാൻ പോകാറുള്ളതാണ്. കുട്ടികളോടൊക്കെ തന്നെ ഒരു നല്ലൊരു ശതമാനം കുട്ടികൾ നല്ല ബോധവും നല്ല വിവേകവും നല്ല ഇതുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ശതമാനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ നമുക്ക് പേടിയാവും ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അവരെ അഡ്രസ്സ് ചെയ്യാൻ മാതിരി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ബോധവൽക്കരിച്ച് ബോധം കെട്ട അവസ്ഥയിലാണ്. അപ്പൊ അതിനേക്കാൾ അപ്പുറം എങ്ങനെയാണ് പ്രായോഗികമായിട്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ നിലവിലുള്ള സംവിധാനത്തിൽ നമുക്ക് പ്രശ്നമുണ്ട്, ഇതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും, എവിടെയൊക്കെയാണ് മൊത്തം നമ്മുടെ സമൂഹത്തില്, ഇതിപ്പോ സ്ത്രീകളുടെ മാത്രമല്ല, പൊതുവിൽ നമ്മുടെ സമൂഹത്തില് അഴിമതിയും വയലൻസും വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് രണ്ടുമാണ് മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത്. ഒന്ന് വയലൻസ്, രണ്ട് അഴിമതി. എന്ത് നിയമം ഉണ്ടാക്കി വെച്ചാലും അഴിമതിയുള്ള ഒരു സമൂഹത്തിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നിങ്ങൾക്ക് ഏത് നിയമത്തിനും മറികടക്കാം. അപ്പൊ അഴിമതി എന്ന് പറയുന്നത് വലിയൊരു ശത്രുവാണ് നമ്മുടെ. അതുപോലെ വയലൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പോ നമുക്ക് വളരെ സ്വാഭാവികമാണ്. LKG കുട്ടികളുടെ മറ്റേ ഇതിൽ പോലും എന്താ പറയണ, ഫാൻസി ഡ്രസ്സിൽ പോലും ഞാൻ കാണുന്നത് ഗുണ്ടയുടെ ഫാൻസി ഡ്രസ്സിൽ വരുന്ന, അത് കാണുകയും കൈയടിക്കുകയും അച്ഛനമ്മമാരെ അങ്ങനെ നൃത്തം ചെയ്യുന്ന ഹീറോയിസം വരുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ട്. എന്തിനും കൊട്ടേഷൻ കൊടുക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം കോളേജിൽ സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ 3-5 പിള്ളേരെ എന്റെ കൂടെ വന്നിട്ട്, അപ്പൊ നമ്മൾ കുറച്ച് ഹ്യൂമർ ആയിട്ടാണ് സംസാരിക്കുക കുട്ടികളോട്. കാരണം അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കുക, അവർ നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല, നമുക്കറിയാതെ. കാരണം ഉപദേശം എന്ന് പറയുന്നത് ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് തീരെ സഹിക്കില്ല. അപ്പൊ നമ്മൾ അങ്ങനെ സംസാരിച്ച് കുറച്ച് ഫ്രീ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യന്മാർ വന്നിട്ട്, മാഡം വല്ല കൊട്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോട്ടോ എന്നോട്. പിന്നെ 1.5 മണിക്കൂർ നേരം പിന്നെ ഞാൻ അവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് എനിക്ക് തിരിച്ചു പോരാൻ പറ്റുമോ? കാരണം ഈ കൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് കാണുന്ന, ഇപ്പൊ 3-ാം ക്ലാസ്സിലെ കുട്ടി 2-ാം ക്ലാസ്സിലെ കുട്ടിയെ ഞാൻ കൊട്ടേഷൻ കൊടുക്കും എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിത്യ ഇതിലേക്ക് മാറിയിരിക്കുന്നു. ഇത് വളരെ ഭീകരാണ്. നമ്മൾ ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല അത്. കാരണം ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് കടന്നു വരിക. അതിന് സിനിമയ്ക്കും സീരിയലിനും ഒക്കെ വലിയൊരു റോളുണ്ട്. അതിനൊക്കെ ഇപ്പൊ പോയ സമയം പോകുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഒരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.
ഇനി അതിനാണ് നമ്മൾ നിയമങ്ങൾ അത് മറികടന്ന ഒരു വലിയൊരു വിഭാഗം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മനുഷ്യർ പരസ്പരം സഹായിക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അല്ലാത്ത ശതമാനം കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ നിയമങ്ങൾ വരുന്നത്. നിയമങ്ങളെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനാണ് പവർ നമ്മൾ കൊടുക്കുന്നത്. ഒരാൾക്ക് എന്തിനാണ് ഒരാളെ മന്ത്രിയാക്കുന്നത്, ഒരാളെ ഓഫീസറാക്കുന്നത്, ഒരാളെ കമ്മീഷൻ അംഗമാക്കുന്നത്? ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമം എടുക്കാനാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ആവശ്യമാണ്. അത് നീതി കിട്ടേണ്ട ആളുകൾക്ക് അതിലൊരു ബോധം വേണം, ഒരു വിശ്വാസം വേണം. എങ്കിലേ അവര് അതിനെ അംഗീകരിക്കുള്ളൂ. പരസ്പരം ഗുണ്ടാ ഇന്നിപ്പോ നമുക്കറിയാം സുപ്രീം കോടതിയിൽ ഇന്നലെ സംഭവിച്ച കാര്യം, ഗുണ്ടാ സംഘത്തിനെയാണ് വെടിവെച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ഡൽഹിയിൽ. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഓപ്പൺ ആയിട്ട് ഈ ഗുണ്ടാ സംഘങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന, അവരെ താലോലിപ്പിക്കുന്ന, ഇഷ്ടമില്ലാത്തത് എനിക്ക് ഇഷ്ടമില്ലാത്തതിനെയൊക്കെ നശിപ്പിച്ചു കളയുന്ന, അതിനെ ന്യായീകരിക്കുന്ന, അത്തരത്തിൽ പോയ എന്ത് സ്വാധീനം ചെലുത്തി രക്ഷപ്പെടാം എന്നുള്ള ബോധം നിലനിൽക്കുന്ന ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. അതിലെ പൊളിറ്റിക്കൽ ഇതിനൊക്കെ തന്നെ വലിയ ഒരു ഇതുണ്ട്. ഇപ്പൊ പ്രണയമൊക്കെ ഇനി എനിക്ക് ചർച്ചയ്ക്ക് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല, അതൊരു വിഷയമാണെന്നുള്ളത് പറയുന്നില്ല. തീർച്ചയായിട്ടും ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ പോലെയുള്ള സ്ഥാപനങ്ങളെ, വനിതാ കമ്മീഷൻ മാത്രമല്ല നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലത്തെ ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തങ്ങളുടെ പരിമിതി എന്താണെന്ന് മനസ്സിലാക്കുകയും ഈ രംഗങ്ങളിലൊക്കെ സ്ത്രീകൾ, ഇതിപ്പോ പലപ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ അഭിപ്രായം അനുസരിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരിമിതി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അവരെ അവിടെ ഇരുത്തിയേക്കുന്ന ആൾക്കാരുടെ കൺട്രോളിലാണ് പലപ്പോഴും പറയേണ്ടി വരും. അപ്പൊ അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു ഇതിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഈ സംവിധാനത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിക്കാനും, വനിതാ കമ്മീഷൻ മാത്രമല്ല, ഇപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർ തന്നെ ഇല്ല. ഏറ്റവും ഇതാണ് ആന്റി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 അഗൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ഇതുണ്ട്. ആ പോസ്റ്റ് തന്നെ വർക്ക് ചെയ്യുന്നില്ല, വളരെ അപൂർവമാണ്. അവർക്ക് യാതൊരു സംവിധാനവും കൊടുത്തിട്ടില്ല. അതൊക്കെ വളരെ സജീവമായിട്ട് അതുപോലെ ഓരോ നിയമമുണ്ട്, ഞാൻ ഓരോന്നിലേക്കും പോകുന്നില്ല. ആന്റി സെക്ഷൽ ഹാരാസ്മെന്റ് കമ്മിറ്റി, അങ്ങനെ നിരവധി കമ്മിറ്റികളും കമ്മീഷനുകളും ഒക്കെ ഉണ്ട്. ആ കമ്മിറ്റികളൊക്കെ തന്നെ സാധാരണ മനുഷ്യർക്ക് വിശ്വാസം കിട്ടത്തക്ക വിധം ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ജാഗ്രതാ സമിതികൾ, പഞ്ചായത്ത് ലെവലിലുള്ള ജാഗ്രതാ സമിതികൾ അടക്കം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുകയും അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കുറെ കൂടി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു സിസ്റ്റത്തിൽ എവിടെയൊക്കെയാണ് അപാകത എന്നുള്ള പരിശോധിക്കലായിരിക്കണം നമ്മുടെ ഇതുപോലെയുള്ള. വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് ശ്രീമതി ജ്യോതി നാരായൺ പറഞ്ഞത്. ഈ ചോദ്യത്തിന് ഡോക്ടർ ഷാഹിദയും ജ്യോതി നാരായണും മറുപടി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കോളേജ് പ്രൊഫസർ ആകേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി അവിടം വരെ എത്തിച്ചേർന്ന ഒരു സ്ത്രീ തന്റെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അജ്ഞയായിരുന്നു എന്നത് തങ്ങളെ രക്ഷിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ പരിശ്രമിക്കാത്ത സ്ത്രീകളുടെ തന്നെ കുറ്റകരമായ ഒരു അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നില്ലേ? അതുപോലെ കുട്ടികളുടെ സിലബസിൽ ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർ ഷാഹിദ പറഞ്ഞു. അത് പ്രയോഗത്തിൽ വരാത്തത് എന്താണ്? ഈ അടുത്ത കാലത്ത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും ഇതിന് സമാനമായ കാര്യങ്ങൾ പറയുകയുണ്ടായി. സെക്സ് എഡ്യൂക്കേഷൻ എന്നത് കുട്ടികൾക്ക് നൽകേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ വേഗത്തിലും ഉത്തരവാദിത്വത്തോടെയും നൽകേണ്ട ഒരു കാര്യമാണ് പെൺകുട്ടികളുടെ സുരക്ഷിതത്വവും അത് ഉറപ്പുവരുത്തുന്ന മാർഗങ്ങളും അവരറിഞ്ഞിരിക്കുക എന്നത്. അതുപോലെ തന്നെ താൻ അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്ന് തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ സ്റ്റേഷനിൽ പോകാതെ, ചോദ്യം ചെയ്യൽ നേരിടാതെ പോലീസിനെ അറിയിക്കാനുള്ള ഒരു ശക്തമായ നിയമമോ സംവിധാനമോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന അഭിപ്രായം ഉയർന്നു കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച് ഡോക്ടർ ഷാഹിദ? തീർച്ചയായിട്ടും പ്രിയങ്കരിയായ ശ്രീമതി ജ്യോതി വളരെ പ്രസക്തമായ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചില വിയോജിപ്പുകൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, മാഡം പറഞ്ഞു ഞങ്ങളെയൊക്കെ പോസ്റ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ സംവിധാനം ഞങ്ങളെ എന്താ പറയാ ഞങ്ങൾക്ക് നിയന്ത്രണം വെക്കുന്നു. അത് ഒരു തെറ്റായ ധാരണയാണ്. 100% അത് തെറ്റായ ധാരണയാണ്. കാരണം പലപ്പോഴും പലരും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി, സങ്കുചിതമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്റെ അനുഭവം പറയാം. ഞാൻ ചാർജ് എടുത്തിട്ട് 4 വർഷമാകുന്നു. ഈ 4 വർഷത്തിനിടയിൽ ഇന്ന് വരെ ഒരാള് പോലും എന്നെ വിളിച്ച് ഏതെങ്കിലും ഒരു കേസിൽ എന്നോട് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. അഥവാ എന്നോട് ചിലരെങ്കിലും വിളിച്ചിട്ട് കേസിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്, അത് വനിതാ കമ്മീഷന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, അത് അതിനകത്ത് ന്യായവും നീതിയും നോക്കി ഞാൻ ചെയ്യും എന്ന് മാത്രമാണ് ഞാൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ആ ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും വിളിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ആരും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ഒന്ന്, അല്ലാതെ ഈ പോസ്റ്റ് ചെയ്തവരുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇതുവരെ ഈ 4 വർഷത്തിനിടയിൽ എന്നോട് ഇടപെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ പ്രൊഫസറുടെ കാര്യം പറഞ്ഞു. അവിടെ നമ്മുടെ കുഴപ്പങ്ങളില്ല. ഞാൻ 4 വർഷമേ അയാൾ പ്രവർത്തിക്കാൻ വന്നത്. ഞാൻ ഈ 4 വർഷത്തിനിടയിൽ ഞാൻ ചാർജ് എടുത്ത അന്ന് മുതൽ എവിടെയൊക്കെയാണ് പോരായ്മ എന്ന് ബോധ്യപ്പെടുന്നത്, ആ പോരായ്മ തിരുത്തി പോകാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ വനിതാ കമ്മീഷനെ ജനകീയമാക്കി ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ജനകീയമായത്. എത്ര കാലമായി വനിതാ കമ്മീഷൻ ജനകീയമായതെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഒരു നേരത്തെ പരാതി വരുന്നു, സിറ്റിംഗ് നടത്തുന്നു, അതിനപ്പുറം ഇല്ല. എത്ര കമ്മീഷൻ കേരളത്തിലുണ്ട്, എത്ര ജനങ്ങൾക്കറിയാം എത്ര കമ്മീഷൻ. ഇന്നും വനിതാ കമ്മീഷനെ കുറിച്ച് ആളുകൾക്ക് അറിയുന്നത് അങ്ങനെ ഇറങ്ങി വന്നതുകൊണ്ടാണ്. പക്ഷെ പലർക്കും വനിതാ സെല്ലും വനിതാ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഇവിടെ ഈ പ്രൊഫസറുടെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ എന്താണ് പ്രശ്നം എന്ന് അറിയോ? ഒരിക്കലും നമ്മൾ ബഹുഭൂരിപക്ഷ സ്ത്രീകള്, പ്രിയപ്പെട്ട ശ്രീമതി ജ്യോതി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊരു ബോധവൽക്കരണ സെമിനാർ നടത്താനോ നമ്മൾ ഈ നിയമത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ത്രീകളെ വിളിച്ചാൽ എത്ര സ്ത്രീകൾ വരും അത് കേൾക്കാൻ? എത്ര സ്ത്രീകൾ വരും? മറിച്ച് ആ സമയത്ത് ഏതെങ്കിലും ഒരു സീരിയൽ ഉണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമാ നടി വരുന്ന പറഞ്ഞാൽ, സിനിമാ നടൻ വരുന്ന പറഞ്ഞാൽ അവർ പോകും. പക്ഷെ എത്ര പേര് ഈ ക്ലാസ് കേൾക്കാൻ വരും? അപ്പോഴവരുടെ മനോഭാവം എന്താണെന്നറിയും? ഞാനെന്താ ഇതൊക്കെ കേൾക്കുന്നത്, എനിക്കെന്താ ഇത് ആവശ്യം എന്ന മനോഭാവമാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും. നമ്മുടെ പാവപ്പെട്ട കുറെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ആശാ വർക്കർമാരുണ്ട്, അംഗൻവാടി ടീച്ചർമാരുണ്ട്, വർക്കർമാരുണ്ട്, കമ്മ്യൂണിറ്റി കൗൺസിലർമാരുണ്ട്. ഇവരാണ് സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ് കേൾക്കാൻ വരുന്നത്. ഒരു കുടുംബശ്രീയുടെ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരു കുടുംബശ്രീ പ്രവർത്തകയോട് ഒരു വനിതയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ആരെയാണ് സമീപിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കൃത്യമായി മണി പോലെ അവർ മറുപടി പറഞ്ഞുതരും. ആ സ്ഥാനത്ത് പ്രൊഫസറോട് ചോദിച്ചാൽ പറഞ്ഞു തരില്ല. കാരണം ആ പ്രൊഫസർക്ക്, ഞാൻ ഏത് പ്രൊഫസർ അല്ലെങ്കിൽ ഏത് ഉന്നത വിദ്യാഭ്യാസം, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്നാൽ മാത്രമേ അവർ ഈ നിയമ സംവിധാനത്തെ അന്വേഷിക്കുകയും നിയമ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമുള്ളൂ. ബഹുമാനീയനായ ശ്രീ ജോസഫ് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മള് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ജോലി തേടി, നമ്മൾ ഉന്നതി തേടി ഒക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ സെർച്ച് ചെയ്യും. പക്ഷെ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള സാമാന്യ നിയമ അറിവിനെ കുറിച്ച് പോലും നമ്മൾ അന്വേഷിക്കില്ല. നമുക്ക് ആവശ്യം വരണം, നമ്മുടെ മുറ്റത്ത് പ്രശ്നം വരണം, നമ്മുടെ വീട്ടിനുള്ളിൽ പ്രശ്നം വരണം, എങ്കിൽ മാത്രമേ നമ്മൾ ഇത് അന്വേഷിക്കൂ. അതാണ് നമ്മുടെ മനോഭാവം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനത് പറഞ്ഞു വന്നപ്പോൾ ഞാനത് വിട്ടുപോയി. ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പം അവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അവിടെ ഒരു ചോദ്യം ചോദിച്ചു, വനിതാ കമ്മീഷന് പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആർക്കെങ്കിലും പറയാമോ എന്ന് ചോദിച്ചു. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് അറിയാമോ എന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. വെറുതെ ക്ലാസ് എടുത്ത് പോകുമല്ല. അപ്പൊ അങ്ങനെ എടുത്ത ബോറടിക്കും അവർക്ക്. അപ്പൊ അതിനകത്ത് ഒരാള് വനിതാ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം ആണെന്ന് പറയും. എങ്ങനെ പരാതി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ആരും മറുപടി പറഞ്ഞില്ല. സ്ത്രീകളോട് പലരോടും ഞാൻ മാറി ചോദിച്ചു. അവസാനം ഞാൻ അവിടെ ഇരുന്ന് ഒരു 10ാം ക്ലാസ് വരുന്ന ഒരു ആൺകുട്ടി, അവൻ അമ്മയുടെ കൂടെ അവിടെ വന്നതാണ്. ഞാൻ ചോദിച്ചു, മോന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവനൊന്ന് മടിച്ചു. ഞാൻ പറഞ്ഞു, എഴുന്നേക്ക് മോനെ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ ഫോണിൽ കയറി കേരള വിമൻസ് കമ്മീഷന്റെ സൈറ്റിൽ പോയി നോക്കും. അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിക്ക് അത് പറയാൻ കഴിയുന്നു, അവിടെ ഇരിക്കുന്ന പല സ്ത്രീകൾക്കും അത് പറയാൻ കഴിയുന്നില്ല. അപ്പൊ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് നമ്മളും കൂടി ആലോചിക്കണം. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് ആവശ്യം വന്നാൽ മാത്രമേ നമ്മൾ ഇത് തേടിപ്പോവും. വല്ലവർക്കും വേണ്ടി നമ്മൾ ഇതൊന്നും പഠിച്ചു വെക്കില്ല, മനസ്സിലാക്കില്ല. അവിടെയാണ് ഒരു കുടുംബശ്രീ പ്രവർത്തകയും ഒരു ഉന്നത വിദ്യാഭ്യാസം ഉള്ള ഒരാളും തമ്മിലുള്ള വ്യത്യാസം ഞാനിവിടെ പറയുന്നത്. പിന്നെ ഇവിടെ ശ്രീ ജോസഫ് ചോദിച്ച വലിയ ചോദ്യമുണ്ട്. ഒരു സ്ത്രീക്ക്, ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങൾ ഉണ്ട്. നമ്മുടെ നാട്ടില് ഞാൻ നേരത്തെ പറഞ്ഞു, വനിതാ കമ്മീഷന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകമാണ് ജാഗ്രതാ സമിതി. അത് ഞാൻ അന്നേരം പറയാൻ വിട്ടുപോയി. കാരണം ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞാൽ വാർഡ് തല ജാഗ്രതാ സമിതി, പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി,
പിന്നെ ജില്ലാതല ജാഗ്രതാ സമിതി, വനിതാ കമ്മീഷൻ, അങ്ങനെയാണ്. അപ്പോൾ വനിതാ കമ്മീഷന് എല്ലാ കേസുകളും, കാരണം കേരളത്തിലെ 14 ജില്ലകളിലും നിരന്തരമായിട്ട് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അവിടെ എല്ലാം വനിതാ കമ്മീഷൻ നേരിട്ട് പരാതി തന്ന് അത് പരിഗണിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ആ പരാതി പരിഹരിക്കുന്നതിൽ സമയം പിന്നെ ലാഭിക്കുന്നതിനും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ജാഗ്രതാ സമിതികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഓരോ ഗ്രാമപഞ്ചായത്തിന്റെയും ഓരോ വാർഡിലും ജാഗ്രതാ സമിതിയുണ്ട്, ഓരോ പഞ്ചായത്തിലും ജാഗ്രതാ സമിതിയുണ്ട്. ആ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയില് അവിടുത്തെ SI റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അവിടുത്തെ പിന്നെ ഡോക്ടറുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്, ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അതായത് നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ജാഗ്രതാ സമിതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അത് മറച്ചു പിടിക്കും. നമ്മൾ ആരെങ്കിലും അറിഞ്ഞാൽ നമുക്കത് വലിയ ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് മറച്ചു പിടിക്കാനും ഒളിച്ചു പിടിക്കാനും നമ്മൾ കുട്ടികളോടും പറയും, നിങ്ങൾ ഇത് ആരോടും പറയണ്ട, ആരെ അറിയിക്കണ്ട എന്ന് പറയും. എന്നിട്ട് നമ്മൾ തന്നെ ചിലപ്പം ഇത് ഈ പറഞ്ഞ ഞാൻ ഒരു ഉദാഹരണം, പ്രണയത്തിന്റെ പേരിൽ ചതിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറുന്ന പെൺകുട്ടി, അപ്പൊ ആ പ്രണയിക്കാൻ വന്ന ആൺകുട്ടിയെ വീട്ടുകാരെ വിളിച്ച് താക്കീത് ചെയ്ത് വിടും. പക്ഷെ ഈ വിവരം നമ്മൾ പലപ്പോഴും മറച്ചു വെക്കും, ആരും അറിയുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ചില സംഭവങ്ങൾ നടക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ളവരോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോ അയൽക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാഗ്രതാ സമിതിയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൗൺസിലറോ ഒന്നും അറിയത്തില്ല. അപ്പൊ ഈ കുട്ടി പോകുമ്പോൾ ഇവന് വൈരാഗ്യം ഉണ്ടാവും. എന്നെ അവള് പ്രണയിച്ച് എന്നെ വഞ്ചിച്ചു പോയി, എന്നിട്ട് എന്നെ വീട്ടുകാരെ കൊണ്ട് എന്നെ താക്കീത് ചെയ്യിപ്പിച്ച് എന്നെ ചീത്ത പറയിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇവൻ വൈരാഗ്യം വെച്ച് പോകും. പക്ഷെ ഈ കുട്ടി വിചാരിക്കുന്ന എന്താ, പാവം ആ മോള് വിചാരിക്കും ഈ പ്രശ്നം എല്ലാം പരിഹരിച്ചു, ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കരുതിയിട്ടായിരിക്കും ആ മോള് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്ന കേസും അതുപോലെ സ്വയം വെടിവെച്ച് മരിച്ച കേസൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ കുട്ടി സുരക്ഷിതയാണ് എന്ന മനോഭാവത്തിൽ, ചിന്തയിൽ, അങ്ങനെയുള്ളൊരു ധാരണയിലാണ് അവള് തുടർന്ന് അവളുടെ ജീവിതവും അല്ലെങ്കിൽ അവളുടെ ഓരോ ദിവസവുമായിട്ട് അവൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെ അതുപോലെ മലപ്പുറത്ത് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി കൊലപാതകം നടത്തിയതൊക്കെ നമുക്കറിയാം. അതിരാവിലെ വന്ന പെൺകുട്ടിയെ ബെഡ്റൂമിൽ പോയി കൊല ചെയ്യപ്പെട്ടതൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ വിചാരിക്കും ഞങ്ങൾ സുരക്ഷിതരാണെന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾ പോലും അറിയില്ല. ഇവിടെ ബഹുമാന്യനെ ശ്രീ ജോസഫ് പറഞ്ഞ വളരെ ശരിയാണ്. ഇന്ന് തുരുത്തുകളാണ് നമ്മുടെ ഓരോ വീടുകളും, മതിൽക്കെട്ടുകൾ കൊണ്ട് ചുറ്റി, മതിൽക്കെട്ടുകൾക്കുള്ളിലുള്ള വീടുകൾ പോലും ഓരോ മുറികളാണ്. പണ്ട് 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും ഒരുമിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് ഇന്ന് ഓരോ കുട്ടിക്കും ഓരോ റൂമാണ്. ഓരോ റൂമിലും കമ്പ്യൂട്ടറും, ഭാര്യയും ഭർത്താവും തന്നെ ഒരു മുറിയിൽ ഉറങ്ങാത്ത എത്രയോ വീടുകളുണ്ട്. നമ്മുടെ വീടല്ലേ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്? നമ്മുടെ മാതാപിതാക്കളല്ലേ നമ്മുടെ മാതൃകകളാകേണ്ടത്, നമ്മുടെ വഴികാട്ടികളാകേണ്ടത്? എന്താണ് ഭാര്യ ഭർത്തൃ ബന്ധം, എന്താണ് ദാമ്പത്യ ജീവിതം, എന്താണ് കുടുംബജീവിതം എന്ന് കണ്ടുപിടിക്കേണ്ടത് വീട്ടിൽ നിന്നല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം, 2 നിലയിൽ 2 റൂമുകളിൽ അന്യരെ പോലെ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളെ എനിക്ക് അറിയാം. പക്ഷെ നമ്മൾ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പെൺകുട്ടിക്ക് അത്തരം ഒരു അപകടാവസ്ഥയിലാണ് അവള് എന്ന് തോന്നിയാൽ അത് ആരോടെങ്കിലും ഒന്ന് പറയാൻ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട്, അല്ലെങ്കിൽ അവൾ പോകുന്ന വഴിയിൽ, അവൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ, അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അവിടെയെങ്കിലും ഒന്ന് അറിയിച്ച് അവളുടെ സുരക്ഷിതത്വം ഒന്ന് ഉറപ്പു വരുത്താൻ. നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ മറ്റൊരു പോലീസ് കോൺസ്റ്റബിള് ആസിഡ് ഒഴിച്ച് അതിന് കൊല ചെയ്യുകയും അയാള് പൊള്ളലേറ്റ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ അന്ന് അവിടുത്തെ SHO അടുത്ത് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, മാഡം ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രണയമുണ്ടെന്നും ഇങ്ങനെ ഇത്രയും മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നും. അങ്ങനെ ഞങ്ങളോട് ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഇന്ന് ഇങ്ങനെ ഒരു ദാരുണമായ അന്ത്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം നമ്മളിലേക്ക് ഒതുങ്ങുകയാണ്. നമ്മൾ ഓരോരുത്തരും സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തന്നെ, നമുക്കൊരു പ്രശ്നം വന്ന് നമ്മുടെ ജീവൻ അപകടത്തിലായാൽ പോലും നമ്മൾ ഇത് ആരോടെങ്കിലും പറയുന്നത് വലിയൊരു ദുരഭിമാനമായി കാണുന്നു. പല പെൺകുട്ടികളും വിവാഹം കഴിച്ച്, ഇവിടെ ശ്രീമതി ചോദി പറഞ്ഞു വിസ്മയുടെ കേസിന് ശേഷം എത്ര പെൺകുട്ടികൾ ആ വീടുകളൊക്കെ സന്ദർശിച്ച ഒരാളാണ്. അവിടെ ഞാൻ പറയും, നമ്മുടെ മാനസികാരോഗ്യ പ്രശ്നം അവിടെ വലിയ പ്രാധാന്യം അതിന് കൊടുക്കണം. കാരണം എന്റെ ജീവൻ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എന്നെ ദ്രോഹിച്ചവനെ ശിക്ഷിക്കുക എന്ന് പറയുന്ന ചിന്തയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിയത് ആ വിസ്മയ കേസിന് ശേഷമാണ്. അത് നമ്മുടെ മാനസികാരോഗ്യ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീടുകളിൽ ആശയവിനിമയമില്ല, നമ്മൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നില്ല, നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, നമ്മൾ ആവശ്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. നമ്മളെല്ലാവരും വലിയ വലിയ ഉന്നതമായ ഭൗതികമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങളും സമ്പത്തും ഒക്കെ കരസ്ഥമാക്കാനുള്ള നെട്ടോട്ടമാണ്. മറ്റുള്ളവരോടൊപ്പം മറ്റു രീതിയിൽ മത്സരിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ മാനസിക ആരോഗ്യ പ്രശ്നം ഒരുപാടുണ്ട്. അപ്പൊ ആ കേസുകളിൽ പോലും പറഞ്ഞത്, ഈ പെൺകുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ
ആൾക്കാർ എന്ത് ചിന്തിക്കും, അയൽക്കാർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചോദിക്കും, ഞങ്ങൾ എങ്ങനെ അവരെ ഫേസ് ചെയ്യും, ഇത്തരത്തിലുള്ള ആ ഒരു നമ്മുടെ മനസ്സിൽ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദുരഭിമാനമുണ്ട്. ആ ദുരഭിമാനമൊക്കെ നമ്മൾ വലിച്ചെറിയണം. ഒരു കുട്ടിയുടെ, ഒരു സ്ത്രീയുടെ ജീവിതത്തെക്കാൾ വലുതല്ല ഈ ദുരഭിമാന ചിന്തകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഒരുപാട് സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്, ഒരുപാട് അലർട്ട് സംവിധാനങ്ങളുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു അപകടം ഉണ്ടായാൽ അതിന് വേണ്ടുന്ന ഫോൺ ആപ്പ് ഉണ്ട്, അവർക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പറുകളുണ്ട്, ഒത്തിരി സംവിധാനങ്ങൾ ദിവസവും നമ്മൾ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട്. അതിനുള്ള ആപ്പുകളെല്ലാം ഉണ്ട്, എല്ലാ കുട്ടികളുടെയും ഫോണുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അറിഞ്ഞാൽ ആ ആപ്പിൽ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് സുരക്ഷിതമായി അവരുടെ പോലീസ് തൊട്ടടുത്ത എവിടെ നിന്നാണോ വിളിക്കുന്നത് അവർക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ ഈ ഇൻഫർമേഷൻ കിട്ടുകയും അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്ന സംവിധാനത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്കൊരാവശ്യം വന്നാൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാഠ്യ പദ്ധതിയിൽ, കാരണം ഒരു മനുഷ്യന്റെ ജീവനേക്കാളും സുരക്ഷയെക്കാളും ജീവിതത്തെക്കാളും വലുതല്ലല്ലോ വിദ്യാഭ്യാസം. ഇതെല്ലാം നേടി വരുമ്പോ ഇത് അനുഭവിക്കാൻ ജീവിച്ചിരിക്കണ്ടേ നമ്മൾ. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അല്ലെങ്കിൽ പാഠ്യ പദ്ധതിയിൽ അത്യാവശ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമ അറിവുകൾ, ഇത്തരം നമ്മുടെ ജീവനെ നിലനിർത്താൻ ആവശ്യമായ നിയമ സംവിധാനങ്ങൾ എവിടെയൊക്കെയുണ്ട് എല്ലാം നമുക്കിപ്പോ അതൊക്കെ LLBക്ക് പഠിച്ചാലേ പറ്റും. പക്ഷെ സാമാന്യ നിയമ അറിവ് നമ്മളെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നതിന്, സുരക്ഷിതമാക്കുന്നതിന് ആവശ്യമായ ഒരു അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യണം, ഒരു പ്രശ്നം ഉണ്ടായാൽ എവിടെയാണ് സമീപിക്കേണ്ടത്, ആരെയാണ് സമീപിക്കേണ്ടത്, എന്താണ് വനിതാ കമ്മീഷൻ, എന്താണ് വനിതാ കമ്മീഷന്റെ പ്രവർത്തനം, എന്താണ് വനിതാ സെല്ല്, എന്താണ് വനിതാ പോലീസ് സ്റ്റേഷൻ, ഇതെല്ലാം ഒരു സാധാരണ ഒരു പൗരൻ പഠിച്ചിരിക്കണം. പിന്നെ നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷനും വളരെ വലുതാണ്. കേരളത്തിലെ പോപ്പുലേഷൻ നമുക്കറിയാം. നമ്മൾ കാനഡയും US ആയിട്ട് നമുക്ക് കേരളത്തെ ഇന്ത്യയെ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പോപ്പുലേഷൻ അത്ര വലുതാണ്. നമ്മുടെ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലഹരിയുടെ ഉപയോഗം. ഈ ലഹരി ഉപയോഗിക്കുന്ന അപ്പൊ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെതിരെ വനിതാ കമ്മീഷനിൽ ഒരു പരാതി വന്നു. ആ പരാതി വന്നു കഴിഞ്ഞാൽ പരാതി കേൾക്കുന്ന സമയത്ത് വളരെ മര്യാദയ്ക്കും വളരെ സൗമ്യനുമായിട്ട് ആ ചെറുപ്പക്കാരൻ സംസാരിച്ചപ്പോൾ അതിന്റെ പരാതിക്കാരി പറഞ്ഞത്, മാഡം ഇയാൾ ഇപ്പം എന്ത് മര്യാദയ്ക്ക് അയാൾ ചെയ്ത തെറ്റിനെ പോലും അഡ്മിറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എന്ത് മര്യാദയ്ക്ക് സംസാരിക്കുന്നു, ഇയാൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഇയാൾ ഇങ്ങനെ എന്നോട് ആദ്യം സംസാരിച്ച പ്രണയം വന്നിട്ടുള്ളൊരു വിഷയമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ ആയെന്ന് പറഞ്ഞപ്പം ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, മാഡം ഞാൻ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്ന് എനിക്ക് അറിയില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു. അപ്പൊ അവിടെ ഈ ഇന്ന തെറ്റ് ചെയ്താൽ, ഇവിടെ ശ്രീ ജോസഫ് പറഞ്ഞു ഇന്ന കുറ്റം, അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ് എടുക്കുമ്പോൾ പുരുഷന്മാരെ കൂടെ ചേർത്ത് ക്ലാസ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇന്ന കുറ്റം ചെയ്താൽ ഇന്ന ശിക്ഷ ലഭിക്കും എന്നറിയേണ്ട പുരുഷൻ അത് അറിഞ്ഞിരിക്കുമ്പോൾ അവന്റെ ബോധ മനസ്സിൽ എനിക്ക് ഈ തെറ്റ് ചെയ്താൽ ഇന്ന ശിക്ഷ കിട്ടും എന്നവന്റെ ബോധ മനസ്സിൽ ഉണ്ടെങ്കിലല്ലേ ആ ബോധ മനസ്സ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളിത് പറയുമ്പോൾ നമ്മുടെ സ്ത്രീകൾ എത്ര കേസിലാണ് നമ്മുടെ സ്ത്രീകൾ ഈ അടുത്ത സമയത്തും ഈ പറഞ്ഞ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് പണക്കാരാവണം, പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാക്കണം, പെട്ടെന്ന് ഭൗതിക സാഹചര്യങ്ങൾ മാറ്റം വരുത്തണം. അവിടെയാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാനം നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനം കുടുംബമാണ്. അപ്പൊ തീർച്ചയായിട്ടും കുടുംബം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. കുടുംബ ബന്ധങ്ങൾക്ക്, കുടുംബത്തിന്റെ ദൃഢതയ്ക്ക്, ആ കുടുംബത്തിലെ ആളുകൾ തമ്മിലുള്ള ഇടപെടലുകൾ, പെരുമാറ്റം, എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു പൗരൻ, ആ പൗരൻ മനുഷ്യത്വമുള്ള, മാനുഷിക മൂല്യങ്ങളുള്ള, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാൻ കഴിയുന്ന, മറ്റൊരാളെ ദ്രോഹിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ബോധമുള്ള കുട്ടികളായി, നല്ല പൗരന്മാരായി, സാമൂഹ്യ ബോധവും രാജ്യസ്നേഹവും മതേതരത്വവും ജനാധിപത്യവും മനുഷ്യസ്നേഹവും എല്ലാം ഉൾക്കൊള്ളുന്ന നല്ലൊരു പൗരനെ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകം കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൽ നിന്ന് വേണം നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പം അവിടെ നിന്ന് കിട്ടുന്ന ബാലപാഠമായിരിക്കണോ ഈ കുട്ടികൾക്ക് തുടരേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ നിയമ സംവിധാനവും ഉണ്ട്, അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ ഷാഹിദ, എൻ്റെ ഒരു സംശയമാണ്, ഇങ്ങനെ പിടിക്കപ്പെട്ട നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന, നിങ്ങൾ ധാരാളം പേരെ കൊണ്ടുവന്നു എന്ന് പറയുന്നു, എത്ര കുറ്റവാളികൾക്കാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കൃത്യമായ ശിക്ഷ ലഭിച്ചതായി കണ്ടിട്ടുള്ളത്? അവിടെയാണ് നമ്മുടെ
നമ്മുടെ നിയമ വ്യവസ്ഥ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ കാതലായ മാറ്റം നമുക്ക് വരേണ്ടതുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന, കാരണം ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടാണല്ലോ ഈ തെറ്റുകൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പാമ്പിനെ പോലും ഒരു ആയുധം ആക്കിയിരിക്കുന്നു അല്ലെ. അത് നമ്മൾ ലോകത്ത് ആദ്യമായിട്ടുള്ള കേട്ടുകേൾവിയുള്ള ഒരു സംഭവമാണ്, ഒരു പാമ്പിനെ ആയുധം. അപ്പൊ ഓരോ സമയത്തും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം കേസുകൾ, ഇപ്പൊ പോക്സോ തന്നെ, കുട്ടികൾക്കെതിരെയുള്ള പോക്സോ കോടതി വന്നു. അപ്പൊ കാലാകാലങ്ങളിൽ നമുക്ക് ഈ തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കുറ്റങ്ങളുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയിലും കാതലായ മാറ്റം വരുത്തേണ്ടതുണ്ട്. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പലപ്പോഴും നമ്മളിപ്പോ കമ്മീഷനെ അതായത് ഒരു സെക്കൻഡ്, അതായത് ഇപ്പൊ കോടതികളിലും കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പ്രത്യേക കോടതി, ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക കോടതി കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പ്രത്യേക കോടതികൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷമാണ് കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നത്? ഇപ്പൊ പോക്സോ കേസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വിധി വരുന്ന, പോക്സോ ആക്ട് പ്രകാരം പോക്സോ കോടതികൾ സ്ഥാപിക്കുകയും പോക്സോ കേസിൽ മാത്രമേ പെട്ടെന്ന് വിധി വരുന്നുള്ളൂ. അപ്പൊ സ്ത്രീകളുടെ വിഷയത്തിലും പെട്ടെന്ന് ഇതുപോലെ തന്നെ വിധി വരുന്നതിനും പെട്ടെന്ന് തീരുമാനമാകുന്നതിനും വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക അതിവേഗ കോടതികൾ കൊണ്ടുവരുമെന്ന് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മാറട്ടെ, അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പെട്ടെന്ന് അതായത് വൈകി കിട്ടുന്ന ശിക്ഷ, എന്താ നമ്മൾ പറയാറില്ലേ, ഒരു വൈകി കിട്ടുന്ന ശിക്ഷ നീതിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. വൈകി കിട്ടുന്ന നീതി അല്ലെ, വൈകി കിട്ടുന്ന നീതി. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അയാൾക്ക് ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള അതിവേഗ കോടതികൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ ശിക്ഷിക്കപ്പെടാനും പിന്നീട് ഇത് ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റൂ. ഇതിപ്പം നമ്മുടെ ജയിലുകൾ നിറയെ, ഇപ്പം കോവിഡ് ആയതിനു ശേഷം എല്ലാ കേസിലും ജാമ്യം കൊടുക്കുവാണ്, വേറെ നിവർത്തിയില്ല. അപ്പൊ ഇവരിറങ്ങി വീണ്ടും തെറ്റ്. ശ്രീമതി ജ്യോതി പറഞ്ഞ ശരിയാണ്, ഒരു കേസിൽ പിടിക്കപ്പെട്ടു, കുറച്ചു ദിവസം കിടന്നു, ഇറങ്ങി വന്നു, വീണ്ടും അത് ആവർത്തിക്കുന്നു. ഇവർക്ക് ഒരു സ്ഥായിയായ ശിക്ഷ ലഭിക്കണമെങ്കിൽ അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കണം. അതിലേക്ക് ആവശ്യമായ ചർച്ചകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഈ രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇത്തരത്തിലുള്ള ചർച്ചകൾ, സാമൂഹ്യ ഇടപെടലുകൾ, സംവാദങ്ങൾ, സമര പോരാട്ടങ്ങൾ ഒക്കെ നടത്തിയിട്ടാണ് ഓരോന്നും ഉണ്ടായിട്ടുള്ള. ഇപ്പൊ 2005 വിമൻ പ്രൊട്ടക്ഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, സ്ത്രീകൾക്കെതിരെയുള്ള നടക്കുന്ന അതിക്രമങ്ങൾ, അതേക്കുറിച്ചുള്ള ആക്ട് 2005 ആക്ട് വന്നത് എന്തുകൊണ്ടാ? സ്ത്രീകളുടെ എല്ലാവരുടെയും ഇതുപോലുള്ള ഇടപെടലുകളും ചർച്ചകളും പൊതുസമൂഹത്തിന്റെ ആകമാനം ഇടപെടലും. അതുപോലെ ഇപ്പം ഈ കുറെ വിഷയങ്ങൾ, സ്ത്രീകൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യുകയും ആത്മഹത്യക്ക് തുല്യമായ കൊലപാതകം നടക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ 61 നിയമം കൊണ്ട് നിരോധിക്കപ്പെട്ട സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം കേരളം പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നതിന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രബുദ്ധ കേരളം ഇന്ന് അതിന്റെ പേരിൽ പ്രക്ഷുബ്ധ കേരളമാവുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്, പിശാചുക്കളുടെ നാടാവുകയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ. എത്ര പെൺകുട്ടികൾ, എത്ര സ്ത്രീകളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ള സംഭവം വന്നപ്പോഴാണ് അതിവേഗ കോടതിയെ കുറിച്ച് സർക്കാർ ആലോചിച്ചത്. അത് വരട്ടെ. ശ്രീമതി ജ്യോതി നാരായൺ, നിർഭയയുടെ കാലം മുതൽ കേന്ദ്രം പറയുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു എന്ന് ഡോക്ടർ ഷാഹിദ പറയുന്നു. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയിട്ടും അതിവേഗ കോടതികൾ പോലുള്ള സംവിധാനങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളൊക്കെ ഇതിനുവേണ്ടി വാദിക്കാത്തത് കൊണ്ടായിരിക്കുമോ? വലിയ പ്രൊട്ടസ്റ്റുകൾ നടക്കാത്തത് കൊണ്ടായിരിക്കുമോ അതിവേഗ കോടതികൾ താമസിക്കുന്നത്? അല്ല, ഇതിപ്പോ നമ്മൾ ബാധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഉള്ളത് കമ്മിറ്റ്മെന്റ് മാത്രമാണ് ഞങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള ഇതെന്ന് പറയുന്നത്. പവറില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾക്ക്, അധികാരമില്ല ഞങ്ങൾക്ക്, സമ്പത്തില്ല ഞങ്ങൾക്ക്, മറ്റ് ഇതുകളൊന്നുമില്ല. പക്ഷെ നമുക്കുള്ളത് ഒരു മനസ്സാണ് നമ്മുടെ കയ്യിലുള്ളത്, ഇത് നടപ്പാക്കണം എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഓരോന്നോരോന്ന്. ഇപ്പൊ ഈ വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആലോചിക്കുന്നത് സ്ത്രീകൾ വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ സ്ത്രീകൾ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കമ്മീഷനുകൾ വെക്കേണ്ടി വരുന്നത്. വനിതാ കമ്മീഷൻ ആണെങ്കിലും വനിതാ വികസന കേന്ദ്രമാണെങ്കിലും വനിതാ വ്യവസായങ്ങളാണെങ്കിലും പഞ്ചായത്തിന്റെ 10% ഫണ്ട് മാറ്റിവെക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആന്റി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒക്കെ നിലവിൽ ഒരു നിയമ ഭരണഘടനയും സിവിൽ കോഡും ഒക്കെ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ വനിതാ എന്ന് പറഞ്ഞ പ്രത്യേകം കൊണ്ടുവരുന്നത്? അവർക്ക് നിലവിലുള്ള നിയമത്തെ എത്തിപ്പിടിക്കാനുള്ള കഴിവും സോഷ്യൽ സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും ഇല്ല. അവർക്കത് അറിയില്ല. അവർക്ക് ഒരു അടിമത്ത ബോധം അല്ലെങ്കിൽ വിധേയത്വ ബോധം അവർക്ക് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വളർന്നു വരുന്ന കുട്ടികൾക്ക് ഉണ്ട്. അവർക്ക് ഇത് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഇത്തരം സംവിധാനങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പൊ വരണില്ല എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീമതി ലിസി ഫെർണാണ്ടസ്, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള, വിവിധ ദേശങ്ങളിലെ യുവജനങ്ങളുമായി സംവദിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഈ വിഷയങ്ങളെ എങ്ങനെ കാണുന്നു?
എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഷാഹിദാമാവും അതുപോലെ തന്നെ ജ്യോതിമാവും പറഞ്ഞ ആശയത്തോട് ഞാൻ വളരെയധികം യോജിക്കുകയാണ്. അവരുടെ മനസ്സിലെ ലക്ഷ്യവും സാമൂഹ്യ നന്മയും അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷിതത്വവും മാത്രമായിരുന്നു. അത് വളരെ ഞാനും അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ആ ആശയത്തോട്. അതോ ചേർന്ന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുകയാണ്. മറ്റ് രാജ്യങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ സ്ത്രീ സുരക്ഷ വളരെ സ്ട്രോങ് ആണല്ലോ, ഇവിടുത്തെ സംവിധാനവുമായിട്ട് എങ്ങനെയാണ് അതിനെ കാണാൻ പറ്റുക എന്ന് ചോദിച്ചിരുന്നു. അതിനു മുമ്പ് ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. ഈ പെൺകുട്ടികൾ ആദ്യം തന്നെ എടുക്കേണ്ട ചില കാര്യങ്ങളും തീരുമാനങ്ങളുണ്ട്. അവർക്കൊരു 10, 15, 16 അല്ലെങ്കിൽ 13 എത്രയാട്ടെ അവർക്ക് തിരിച്ചറിവാകുന്ന ഒരു സമയത്ത് തുടങ്ങി അവരെ മുഖം പോലും കണ്ടിട്ടില്ലാത്തവരുടെ ചില മെസ്സേജുകൾ കൊണ്ട് അവരെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രണയിക്കുകയോ അവരോട് ഇറങ്ങിപ്പോകാൻ റെഡിയാവുകയോ അല്ലെങ്കിൽ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമാവുമെന്ന് ചിന്തിക്കാതെ പല അബദ്ധങ്ങളിൽ ചെന്ന് പെടുകയൊക്കെ ചെയ്യുന്ന കഥകളാണ് ഒത്തിരിയും നമ്മൾ കാണുന്നത്. അത് അവർ പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു സംഭവം, ഈ കുഞ്ഞിന് വേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിച്ച ഒരു അപ്പനും അതുപോലെ തന്നെ ഒത്തിരി സഹിച്ച ഒരു അമ്മയും കുടുംബാംഗങ്ങളും സമൂഹവും പ്രതീക്ഷയോടെ കാണുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. പല കുഞ്ഞുങ്ങളും വളർന്നു വരുമ്പോൾ നമുക്കറിയാമല്ലോ, ആ കുഞ്ഞിനെ കാണുമ്പോൾ അത് ആൺകൊച്ചാണേലും പെൺകൊച്ചാണേലും സമൂഹം തന്നെ അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കും, നല്ല പഠിക്കുക, അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കെണിയിലേക്കാണ് പോകുന്നതെന്നും നാളെ ഇത് വലിയ ചതിയാകാമെന്നും ചിന്തിക്കേണ്ടത്. പലപ്പോഴും പലരും സംസാരിക്കുമ്പോൾ അവരയച്ചു കൊടുത്ത പലവിധ ഫോട്ടോകൾ, അവരുടെ പല വേർഡ്സ് ഒക്കെയാണ് പിന്നീട് വലിയ ഉപദ്രവമായി മാറുന്നത് തന്നെ. ഇതൊന്നും അറിയാതെയല്ല, പലപ്പോഴും അബദ്ധങ്ങളിൽ പെടുന്നു അല്ലെങ്കിൽ അറിവ് കുറവുകൊണ്ട് ചെന്ന് കെണിയിൽ പെടുന്നു. അത് പെൺകുട്ടി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനത്തെ കെണിയിൽ ഞാൻ പെടാൻ പാടില്ല, എൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമാകേണ്ട ജീവിതം അല്ലെങ്കിൽ ഉപകാരമാകേണ്ട ജീവിതം അത് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത ആദ്യം പെൺകുട്ടിക്ക് വരണം. ഇനി എന്തെല്ലാം ചിന്തിച്ചാലും പല പ്രശ്നങ്ങളും പെൺകുട്ടി അറിയാതെ പോലും കെണിയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുന്ന ജ്യൂസിൻ്റെ അകത്ത് മയക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് ആ കൊച്ചിനെ നശിപ്പിക്കുന്ന കഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഒരു കുട്ടി അറിഞ്ഞുകൊണ്ട് പോലുമല്ല, അബദ്ധത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു സംവിധാനം വന്നാൽ അല്ലെ പ്രണയ കുരുക്കിലേക്ക് പെടുത്തി മറ്റ് തന്ത്രങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് ബോധ്യം വരുമ്പോൾ അവിടെയാണ് സാമൂഹ്യ നേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ മതത്തിൻ്റെ ലീഡേഴ്സോ അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ്റെ ലീഡേഴ്സോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതിയോട് ചേർന്ന് ആരൊക്കെ നിൽക്കണോ അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടത്. കുറ്റം ചെയ്തയാളെ സർവ്വ പഴുതും അടച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ ശിക്ഷയും കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മിഡിൽ ഈസ്റ്റ്, അവിടെ വളരെ സ്പീഡ് ട്രാക്കിൽ വണ്ടി പോകാനുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് 500 കിലോമീറ്റർ സ്പീഡിൽ പോയാലും വണ്ടി പറ്റുള്ളൂ. അവിടുത്തെ വണ്ടികളും അതുപോലെ ആയിരിക്കാം, റോഡും അങ്ങനെ ആയിരിക്കാം. പക്ഷെ 120 എന്നൊരു ലിമിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വണ്ടി പോയാൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യം ശിക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് മുന്നിൽ കിടക്കുന്ന വഴിയുടെ ഭംഗിയൊന്നും കണ്ടിട്ട് സ്പീഡിൽ ഓടിക്കാതെ കൃത്യ സ്പീഡിൽ തന്നെ വണ്ടി കൊണ്ടുപോകുന്നതിൻ്റെ കാരണം നിയമത്തെ പേടിയുണ്ട്, ഇതിന് ബാക്കി എന്ത് പറ്റുമെന്നറിയാം. ഇതുപോലെ തന്നെയാണ് മറ്റ് പല രാജ്യങ്ങളിലും സ്ത്രീകളോടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വെരി സ്ട്രോങ് ആണ്. അപ്പോൾ അവർക്കെതിരെ അവരുടെ ഇഷ്ടമില്ലാതെ ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുകയോ അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുകയോ എന്ത് ചെയ്താലും അതിന് വലിയ ശിക്ഷ തന്നെയുണ്ട്. അത് ആ രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ രാത്രിയും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അതിനിടെ യാത്ര ചെയ്താലൊന്നും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം അവർക്ക് ഭയമുണ്ട്, നിയമവ്യവസ്ഥിതിയെ അവിടെ ജീവിക്കുന്നവർക്ക് ഭയമുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ നിയമവ്യവസ്ഥിതി ഉണ്ടായിട്ടും ഇത്ര ശക്തമായ സംഘടനകളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ ഭയമില്ലാത്തത്? കാരണം പലതും ശിക്ഷിക്കപ്പെടുകയില്ല. ഇനി ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ എന്ത് ചെയ്യും? നല്ല അങ്ങോട്ട് ജയിലിലോട്ട് പോയേക്കാളും മിണക്കനായിട്ട് പലരും ഇറങ്ങി വരും. അപ്പോൾ ഭയമില്ലാത്ത ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറിയാലും എനിക്കൊന്നും സംഭവിക്കുകയെന്നുള്ള കണ്ടില്ലേ, ഒരു പക്ഷേ പ്രണയം വേണ്ട എന്ന് പറഞ്ഞാൽ മതി, ആസിഡ് ഒഴിച്ച് ആ കുട്ടിയെ തീർക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് ദുഷ്ടത. ഇതിൻ്റെയൊക്കെ പേര് സ്നേഹമൊന്നോ പ്രണയമൊന്നും അല്ല, ഇതൊക്കെ ദുഷ്ടത എന്ന് പറയും. ഇപ്പോൾ ഒരു ആൺകുട്ടിക്ക് നല്ല ബോധ്യങ്ങളുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ട സമയം നമ്മൾ അതിക്രമിച്ചിരിക്കും. നല്ല വിദ്യാഭ്യാസ ഓരോ ക്ലാസ്സിലും ഈ ആൺകുഞ്ഞിനോടും പറഞ്ഞു കൊടുക്കണം, നിന്റെ സഹോദരിയെ പോലെ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ നീ പെൺകുട്ടിയെ കാണണമെന്നും അവളുടെ ജീവിതം അവളുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ എത്ര പ്രതീക്ഷയാണെന്നൊക്കെ പറഞ്ഞ് നല്ല അവബോധനം നൽകുന്ന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഈ ആൺകുട്ടികളെ ഒത്തിരിയേറെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് തന്നെ ചെയ്യാനുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് 100% തെറ്റ് ചെയ്താൽ കൃത്യമായ ശിക്ഷ കിട്ടും എന്നുള്ള ബോധ്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിൽ നിയമം സ്ട്രോങ് ആകണം, അതിൻ്റെ ശിക്ഷയും സ്ട്രോങ് ആകണം, അതിന് കാലതാമസം വരരുത്. അതുപോലെ 4 പ്രശ്നത്തിന് ഉത്തരം പെട്ടെന്ന് കാണുകയും ശിക്ഷ കർശനമാക്കുകയും ചെയ്താൽ
തീർച്ചയായിട്ടും ഒരു ഭയം എല്ലാവരുടെ ഉള്ളിലേക്ക് ഉണ്ടാവും. ഞാനിത് ചെയ്താൽ ഞാൻ പുറം ലോകം കാണില്ല, അല്ലെങ്കിൽ ജീവനിൽ നിന്ന് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് തന്നെ നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ കുറച്ചുകൂടെയൊക്കെ ഈ വക ക്രിമിനൽ ബുദ്ധിയുള്ള ആണുങ്ങൾ ചിന്തിക്കുകയും അവർ കുറച്ചുകൂടെ മര്യാദയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പെൺകുഞ്ഞിനെ നശിപ്പിക്കുന്ന ഒരു സംസ്കാരമായി നമ്മുടെ നാടിൻ്റെ സംസ്കാരം മാറാതെ അതിനെ സ്നേഹിക്കുന്ന, അതിനെ കരുതുന്ന സംസ്കാരമായി ഇന്ത്യയുടെ സംസ്കാരം തന്നെ അതാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സമ്പന്നത നിറഞ്ഞതായിരുന്നു നമ്മുടെ സംസ്കാരം. അത് നഷ്ടപ്പെടുത്തി ലോകത്തിൻ്റെ മുന്നിൽ അപമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുക, നമ്മുടെ സംസ്കാരം അതല്ല, നമ്മുടെ വിശ്വാസം അതല്ല, നമ്മുടെ ജീവിത ശൈലി അതല്ല. അതിന് എതിരായിട്ട് വരുന്ന ഈ വക ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ളവരെ ഒറ്റപ്പെടുത്തുകയും കർശനമായി ശിക്ഷിക്കുകയും ചെയ്യുക. അവരെ സമൂഹം തീർച്ചയായിട്ടും ഈ സമൂഹം അവരോട് നിൽക്കരുത്. ഈ ഏത് തെറ്റ് ചെയ്താലും എൻ്റെ കൂടെ ആളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലീഡേഴ്സ് ഉണ്ട് എന്നുള്ള ചിന്ത വരാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വലിയ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഒരു സപ്പോർട്ടും ചെയ്യാതെ അവരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കരുതുന്ന രാജ്യമായി നിയമ സംവിധാനങ്ങളായി സാമൂഹിക സംവിധാനങ്ങൾ നൽകി നമുക്ക് മുന്നേറാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീമതി ലിസി ഫെർണാണ്ടസ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവച്ചത്. ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ നമ്മൾ പൊതുവെ കാണുന്ന ഒരഭിപ്രായം, ഇന്ത്യയിലെ ജനസംഖ്യ കൂടുതലായതിനാൽ വികസിത രാജ്യങ്ങളെക്കാൾ ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്തിനുണ്ട്. പല കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇനി കുടുംബങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കുടുംബജീവിതം തകർന്നതാണെങ്കിൽ അത്തരം 10 കുടുംബങ്ങളെ ഉള്ളുവെങ്കിൽ പോലും ഒരു ഗ്രാമത്തിന്റെ സ്ഥിതി അവതാളത്തിലായേക്കാം. കാരണം ആ കുട്ടികൾ അവിടെ വളർന്നു വരും. ഇതെല്ലാം ആകുന്നത് പോലെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം സാമൂഹ്യ സുരക്ഷ രൂപപ്പെടുത്തുന്ന പാഠ്യപദ്ധതി തന്നെയാണ് ഇതിന് ഏറ്റവും യോജിച്ച ഒരു മാർഗമെന്ന് തോന്നിപ്പോകുകയാണ്. ശ്രീമതി ജ്യോതി നാരായൺ, ഇതിന് എന്താണ് ഒരു പരിഹാരമായി തോന്നുന്നത്? 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണ മാതിരി പ്രണയമല്ല, ഒരു ഭ്രമമാണ് ഇപ്പൊ നമ്മൾ ബഹുഭൂരിപക്ഷവും കാണുന്നത്. കീഴടക്കുക, സ്വന്തമാക്കുക. അപ്പൊ നമ്മുടെ സിനിമയിൽ ഇതൊക്കെ നമ്മളെ കാണിച്ചു തരുന്ന ഒരു സാധനം പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്ത് സന്തോഷമാണോ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രണയത്തിന്റെ ഇത്. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന അങ്ങനെയല്ല, എന്റെ സ്വന്തമാക്കുക, കീഴടക്കുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്ന പ്രണയം എന്നുള്ള വാക്ക് തന്നെ ആ അർത്ഥത്തിലേ അല്ല. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്നുണ്ടാവുന്ന വിവാഹങ്ങളും അതിന് ഒന്നും, കാരണം ഒരു ഭ്രമമാണ്. ഭ്രമം കഴിഞ്ഞ ഇതൊക്കെ കഴിഞ്ഞു. അതൊരു വലിയൊരു പ്രശ്നം. 2, നമ്മളിപ്പോ കുടുംബത്തിനെ കുറിച്ച് വളരെയധികം പറയുന്നുണ്ട്. ഈ പറയുന്ന ഒരു ആദർശ സാധനം അല്ല നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ രൂപം ഇപ്പൊ ഈ പറയുന്നത് മാതിരി, ഒന്ന് അതിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്, എല്ലാവർക്കും 2 വീടും 2 ഇതും സെക്യൂരിറ്റി സാധനം ഒന്നുമില്ല. ബഹുഭൂരിപക്ഷ ആളുകളും ജീവിക്കുന്നത് ഒറ്റ മുറിയിലാണ്. അച്ഛനും അമ്മയും കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ദാരിദ്ര്യത്തിന്റെ ഒക്കെ ഒരു മുഖമുണ്ട്. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞ് നമ്മളൊരു മിഡിൽ ക്ലാസ്സിനെയോ അപ്പർ ക്ലാസ്സിനെയോ കണ്ടുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് മനുഷ്യരെ മുഴുവൻ നിയന്ത്രിക്കാന്ന് വിചാരിക്കുന്നത് പ്രായോഗികമല്ല. അത് ഉണ്ടാവില്ല. അതല്ലാത്ത ഒരുപാട് മനുഷ്യര് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഒരു 13 വയസ്സായ ഒരു കുട്ടിയുടെ കേസ് എടുക്കുമ്പോൾ 35 വയസ്സോ 38 വയസ്സായ അമ്മയുടെ സ്ഥിതി എന്താണ്? ഈ അമ്മ പറഞ്ഞു കൊടുക്കണമെന്ന്, അമ്മ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അമ്മയുടെ ബോധവും നിലവാരവും അവരുടെ ആക്സസും അവരുടെ ജീവിത ഇതൊക്കെ എന്താണെന്നുള്ള വലിയൊരു ബോധമുണ്ട്. അമ്മയും മക്കളെ നന്നായിട്ട് വളർത്തണ്ടെന്നല്ല പറയണേ. പിന്നെ കുടുംബത്തിന്റെ കീഴിലല്ല ഇന്ന് കുട്ടികള്. മാത്രമല്ല, കുടുംബം വലിയൊരു സാധ്യതയാണ്, വലിയ ഇതാണ്. അവിടെ എല്ലാ ശ്രദ്ധകളും ചെയ്യേണ്ടതാണ്. ആൺകുട്ടികളെ പെൺകുട്ടികളെ ഒരുമിച്ച് വളർത്തേണ്ടതാണ്. കാരണം ഏറ്റവും ആദ്യം അവർ കാണുകയും മാതൃകയാക്കുന്ന അച്ഛനമ്മമാരെയാണ്. അത് വേണ്ടതാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതിനെ നിഷേധിക്കുകയല്ല. പക്ഷെ അവിടം കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവും കൂടെ നമുക്ക് വേണം. വിദ്യാഭ്യാസത്തിലും ഇന്നിപ്പോ നമുക്ക് ജാതി മതം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിപരമായിട്ട് എത്ര നിഷേധിച്ചാലും അതിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട്, മതങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന സാധനങ്ങൾ എന്തൊരു സ്ത്രീ വിരുദ്ധതയാണ്, എന്തൊരു വയലൻസ് നിറഞ്ഞതാണ്. ഒരു സീരിയലിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് കൊല്ലണം 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 എന്ന്, എത്ര പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിന്റെ പുറത്തൊന്നും യാതൊരു കൺട്രോളും ഇല്ല.
അപ്പൊ ഇതൊക്കെ വളരെ ഇത് നിരന്തരം കാണുന്ന ഒരു കുട്ടിക്ക് കൊലപാതകം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നുണ പറയുക എന്ന് പറയുന്നത്, തന്റെ സാധ്യതകൾ നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഇത് നിരന്തരം കണ്ടുകൊണ്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വളർന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ ഇതിന്റെ ഏതെങ്കിലും അത് പിന്നെ അതിന്റെ പുറത്ത് നീതിന്യായ സംവിധാനങ്ങൾ അടക്കം ഓരോന്നിനും ഇപ്പൊ നമ്മള് സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മളിലടക്കം കറക്ഷന്റെ ആവശ്യമുണ്ട്. പിന്നെ പ്രണയം എന്ന് പറയുന്നത് ഇതല്ല. ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് കണ്ട ഒച്ചയെടുക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്ന സദാചാര പോലീസ് എന്ന് പറയാൻ പറ്റില്ല, ഗുണ്ടായിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ സദാചാര ഗുണ്ടകള് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നല്ല ഭംഗിയുള്ള സ്നേഹബന്ധത്തിന് യാതൊരു സാധ്യതയില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ അവർ ഒളിച്ചു പോകുന്നത് കൂടുതൽ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. വളരെ ആൺകുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും വളരെ സൗഹാർദ്ദപൂർവ്വം ജീവിക്കാൻ എവിടെയാണ് സ്പേസ് ഇവിടെ? ഇഷ്ടമുള്ള രണ്ട് മനുഷ്യർക്ക് ഒന്നിച്ചൊന്ന് വർത്താനം പറയാൻ പറ്റില്ല. ഒരാളെ അടിച്ച് ഒരാൾ തിരിഞ്ഞു നോക്കൂല. പക്ഷെ ഇഷ്ടമുള്ള ഒരു സ്ത്രീയും പുരുഷനും നിന്ന് വർത്താനം പറഞ്ഞാൽ അതിന്റെ മെക്കെട്ട് കയറാൻ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ഈ കൾച്ചർ എന്ന് പറയുന്ന സാധനത്തിനെ ഈ പറയുന്ന ഏട്ടിൽ എഴുതി വെച്ചേക്കണ ഇതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇതെന്ന് പറയുന്നത്. അപ്പൊ നല്ല സൗഹൃദങ്ങൾ സ്ത്രീകളും പുരുഷന്മാരുടെയും ഇടയിൽ ഉണ്ടാവണം, കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവണം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടാവണം. വയലൻസിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാവണം. നിലവിലുള്ള സംവിധാനങ്ങളിൽ അവർക്ക് വിശ്വാസം ഉണ്ടാക്കണം. എനിക്ക് അവിടെ പോയി പറഞ്ഞാൽ നീതി കിട്ടുന്ന ഉറപ്പാക്കിയാലേ നമ്മൾ അവിടെ പോയി പറയുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ക്ലാസ്സുകൾ, അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകൾ, ബോധവൽക്കരണ പരിപാടികൾ അവർക്ക് പ്രയോജനമുണ്ട് എന്ന് വിചാരിച്ചാൽ മാത്രമേ അവർ വരുള്ളൂ. അല്ലാത്തൊരു സ്ഥാനത്ത് ഞാൻ എന്തിനു പോണേ, എനിക്ക് ആവശ്യമില്ലാത്ത തോന്നുന്ന ഒരു കാര്യത്തിന് ഞാൻ എന്തിനു പോകണം എന്നുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുമെന്ന് അവർക്ക് തോന്നുന്ന വിധത്തിൽ നമ്മൾ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ചെയ്യണതിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക, അത് എന്താന്ന് കാണുകയും അതിനെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുക. പിന്നെ കുട്ടികളാണെങ്കിൽ ചെറിയ കള്ളനായിട്ട് കോടതിയിലേക്ക് ഇതിലേക്ക് പോയാല് വലിയ കള്ളനായി തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. നമുക്ക് ഈ ഡ്രഗ്സിലൊക്കെ പറ്റുന്ന ചെറിയ കുട്ടികളെ പിടിപ്പിക്കാൻ വലിയ പേടി അത് കാരണം ഇവൻ ചെറിയൊരു കള്ളനായിരിക്കും, അബദ്ധത്തിൽ പെട്ടതായിരിക്കും, കൂട്ടുകൂടി പെട്ടത് പോയതായിരിക്കും, പിന്നെ തിരിച്ചു വരുന്നത് വലിയ കള്ളനായിട്ടായിരിക്കും എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് നമ്മൾ പോലും അന്തിച്ചു നിൽക്കാറുണ്ട് പലപ്പോഴും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ മൊത്തത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ച് ഇത് മുഴുവൻ ശരിയാക്കാന്ന് വിചാരിക്കുന്നത് ശരിയാവില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രാധാന്യമുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾക്കാണ്. ജനങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും അഴിമതി നീതി നിഷേധം വരുമ്പോൾ എപ്പോഴും അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആ സമൂഹത്തിലുള്ള പൊളിറ്റിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ആണ്. അതില് മായം വന്നാൽ പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും വളരെ പ്രത്യേകിച്ച് കേരള സാഹചര്യത്തില്, കാരണം വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്യൂരിറ്റി, അവരുടെ ഗുണനിലവാരം, അവരുടെ ഇച്ഛാശക്തി, അവരുടെ കമ്മിറ്റ്മെന്റ് ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവരും കൂടി ചേർന്നതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അവർക്ക് ലീഡർഷിപ്പ് എടുക്കാൻ പറ്റുന്നതാണ് എല്ലാ സ്ഥലത്തും. ഏതെങ്കിലും ഒരു പോയിന്റിലല്ല, സാഹിത്യത്തിലും കലയിലും സ്പോർട്സിലും നമ്മുടെ ഭാഷയിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളിലും ഒക്കെ തന്നെ കറക്ഷൻ ഉണ്ടെങ്കിലേ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ചെയ്യുന്ന ആളുകൾ വ്യക്തിപരമായിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ടാവും. അവരെ വ്യക്തിയായിട്ടല്ല നമ്മൾ പറയണേ, അവർക്ക് ചെയ്യാവുന്നതിന്റെ മാഡത്തിന് ചെയ്യാവുന്നതിന്റെ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണിത്. ടിവിയിൽ വരുന്നത് മാത്രമല്ല, പുറത്തുണ്ട്. ഇപ്പൊ മറ്റുള്ളവരെ ഇപ്പൊ ഞങ്ങളൊക്കെ കാണുന്നെങ്കിൽ ടിവിയിൽ വന്നാൽ മാത്രമേ കാണുള്ളൂ, അല്ലാതെ അതൊന്നും കാണുന്നില്ല ആൾക്കാര്. അതല്ലാത്ത നിരവധി ആളുകളുണ്ട്. അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ സൊസൈറ്റി ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. ഡോക്ടർ ഷാഹിദ, ഇടതുപക്ഷം വലിയ തോതിൽ സ്ത്രീ സുരക്ഷയെ ഉയർത്തിപ്പിടിക്കാറുണ്ട്. പ്രഖ്യാപനങ്ങളിലൊക്കെ അത് എപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ തുടർ ഭരണം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. സ്ത്രീ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത്, തുടരെ കേൾക്കുന്ന ഈ കാലത്ത് നിങ്ങൾ ഏതെങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യം ചെയ്യുവാനായി പരിശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എല്ലാത്തിനെയും പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാണ്. എപ്പോഴും പോസിറ്റീവായി കാണുകയാണ്. കാരണം നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവായി കണ്ടാൽ മാത്രമേ നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ പറ്റൂ. പ്രിയപ്പെട്ട ലിസി പറഞ്ഞ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. പണ്ട് നമ്മുടെയൊക്കെ വീട്ടില് കൂട്ടുകുടുംബമായിരുന്നു. ഒരു 4 തലമുറ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നില്ലേ? 4 തലമുറ. അപ്പൊ 4ാമത്തെ തലമുറ 1ാമത്തെ തലമുറയിൽ നിന്ന് ഒരുപാട് കണ്ടും കേട്ടും പഠിക്കുന്നുണ്ട്. ഒരു പാഠപുസ്തകത്തിൽ നിന്നുമല്ല. ജീവിത വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം, മറ്റെന്ത് വിദ്യാഭ്യാസത്തെക്കാളും. കാരണം ജീവിത വിദ്യാഭ്യാസം പഠിക്കുന്ന ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്.
അവിടെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ തന്നെയാണ് നമ്മുടെ അധ്യാപകർ. അപ്പം ആ വിദ്യാലയത്തിൽ നിന്നും അവിടെ നിന്ന് ജീവിത വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചുകൊണ്ട് ഇറങ്ങേണ്ടത് പ്രധാനം തന്നെയാണ്. ഇന്ന് നമ്മൾ അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് മാറിയതോടുകൂടി നമുക്ക് കുടുംബത്തിൽ നിന്ന് ജീവിത വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അവിടെയാണ് ഞാൻ പാഠ്യപദ്ധതിയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള സൗഹാർദ്ദം, അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനം, പരസ്പര ജനാധിപത്യ ബോധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിക്കണം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ജ്യോതി മാഡം പറഞ്ഞതും ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായി നമ്മൾ കാര്യങ്ങളെ കാണുക. എനിക്ക് ഒരു കാര്യം എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, എന്തെല്ലാം നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായാലും നമ്മൾ സ്വയം പ്രതിരോധം വളരെ വലിയൊരു കാര്യമാണ്. എന്നോട് അരുതാത്തത് ഒരു കാര്യം ഒരാൾ ചെയ്യാൻ വന്നാൽ നോ പറയാൻ കഴിയുന്ന ആർജവം എനിക്കുണ്ടാകണം. അതിനുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവും എനിക്കുണ്ടായിരിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയാൻ, യെസ് പറയേണ്ടടുത്ത് യെസ് പറയാൻ നമുക്ക് കഴിയണം. അത്തരത്തിലേക്ക് ആത്മവിശ്വാസമുള്ള മനോധൈര്യമുള്ള പെൺകുട്ടികളാക്കി നമ്മുടെ കുട്ടികളെ വളർത്തണം. അതിനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ കൂട്ടുകുടുംബത്തിൽ നിന്ന് കിട്ടിയിരുന്നു. ഇപ്പൊ നമുക്ക് അത് കിട്ടുന്നില്ല. പിന്നീട് ഈ പറഞ്ഞതുപോലെ പിന്നെ സൊസൈറ്റിക്ക് വലിയ പങ്കുണ്ട്, കുടുംബങ്ങൾക്ക് പങ്കുണ്ട്, സർക്കാരിന് പങ്കുണ്ട്, മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. അതുപോലെ തന്നെ നമ്മള് മതം എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ശ്രീമതി ജ്യോതി പറഞ്ഞ വളരെ ശരിയാണ്. അതുപോലെ മതത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഈ മതത്തിന്റെ ചട്ടക്കൂടിൽ കഴിയുന്ന ആളുകൾ ഇപ്പം നമ്മളിപ്പം മതത്തെയൊക്കെ ഒരുപാട് അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ വലിയ തോതിൽ അനാവശ്യമായ ചർച്ചകളിലേക്കാണ് പോകുന്നത്. പലപ്പോഴും നമ്മൾ പല കുറ്റകൃത്യങ്ങളെയും മതങ്ങളുമായി താരതമ്യപ്പെടുത്തിയൊക്കെയുള്ള ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ നടന്നു വരികയാണ്. ഒരിക്കലും ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഏതൊരു മതത്തിലും പറയുന്നത് മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു മതവും ഒരു മതക്കാരന്റെ മേക്കെട്ട് കയറാനോ ഒരു മതക്കാരനെ ഇല്ലാതാക്കാനോ. എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയെയും മനുഷ്യന്റെ സ്നേഹവും, എന്താ യേശു ക്രിസ്തു പറയുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാനാണ്. എന്താ മുഹമ്മദ് നബി പറയുന്നത്, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നിന്റെ അയൽവാസി ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ. ഇവരാരും നിന്റെ അയൽവാസി ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നൊന്നും നോക്കിയിട്ടല്ലല്ലോ. അതുപോലെ ശ്രീകൃഷ്ണൻ പറഞ്ഞ എന്താണ്, എല്ലായിടത്തും സമാധാനവും സന്തോഷവും. അപ്പൊ എല്ലാ എന്താ പറയുക, ദൈവദൂതന്മാരും പറയുന്നത് മനുഷ്യരാശിയുടെ നന്മയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ പോവുക, അങ്ങനെ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കുക, കർക്കശമാക്കുക, നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധം ഉണർന്നു പ്രവർത്തിക്കുക. എനിക്ക് വന്നാൽ മാത്രമേ ഞാൻ ഇടപെടൂ എന്ന ചിന്ത മാറ്റിവെച്ചിട്ട് അടുത്ത വീട്ടിൽ വരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നവും എന്റേതാണ്, നാളെ എനിക്കും വരാം എന്ന് കഴിയുന്ന ഒരു സാമൂഹിക ചിന്ത, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ സ്വയം പ്രതിരോധത്തിന്റെ പാഠമുണ്ടാവുക. അതുപോലെ CTV പോലെ ഇതുപോലെ ക്രിയാത്മകമായി മനുഷ്യന് ഗുണകരമായി, മനുഷ്യനെ നന്മയിലേക്ക് ചിന്തിക്കുന്ന, മനുഷ്യനെ എന്താ പറയുക, തിന്മകളിൽ നിന്നും മനുഷ്യനെ നന്മയുള്ള ബോധത്തിലേക്ക് ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ ചർച്ചകൾ ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങളാണ് നമുക്ക് ആവശ്യം. അത്തരം മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉയർന്നു വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട്, സമൂഹത്തിന് ആകമാനം ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവനും ജീവിതവും സുരക്ഷിതമാക്കാം. തീർച്ചയായിട്ടും എനിക്കിതിൽ പങ്കെടുക്കാൻ ഒരു അവസരം തന്നതിൽ CTV, അതുപോലെ പ്രിയങ്കരിയായ ലിസി, അതുപോലെ പങ്കെടുത്ത ജ്യോതി, എല്ലാവരോടുള്ള എന്റെ സ്നേഹവും സന്തോഷമായിരിക്കും. നിങ്ങളുടെ എല്ലാം പിന്തുണ എനിക്ക് ഉണ്ടാകണം. കാരണം ഒരുപാട് വലിയൊരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. ആ ഉത്തരവാദിത്തത്തിൽ ഓരോ പോരായ്മ, ഇപ്പം നേരത്തെ ജ്യോതി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുന്നു, നമ്മൾ ഈ സ്ത്രീകളെ വിളിച്ചാൽ അവർ വരാത്തത് കൊണ്ട് ഞാനിപ്പോ പുതിയൊരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അത് എങ്ങനെയാണെന്ന് വെച്ചാല്, സ്ത്രീകൾ ഇങ്ങനെ വിളിച്ചാൽ വരാത്തത് കൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ഒരു 5 വീട് 10 വീട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരുടെ അടുത്തേക്ക് 10 വീട്ടിലെ സ്ത്രീകളെ നിർബന്ധമായും വിളിച്ച് അവരുടെ മുറ്റത്തിരുത്തിയിട്ട് അവരോട് ഞാൻ സംസാരിക്കുന്ന ഒരു പുതിയ പ്രോഗ്രാമിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അത്തരത്തിലേക്ക് മാറ്റം വരുത്തി ഞാൻ പോകുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ചർച്ചകളും നമുക്ക് ഗുണകരമായി ഭവിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും എന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം, സന്തോഷം. നോ പറയേണ്ടടുത്ത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനുമുള്ള ധൈര്യം പെൺകുട്ടികൾ ആർജിക്കണം. അതിനുള്ള എല്ലാ പിന്തുണയും സമൂഹം നൽകണം. ആൺകുട്ടികൾ സ്ത്രീകളെ വ്യക്തികളായി കണ്ട് ആദരിക്കാൻ പഠിക്കണം. ഈ അവസ്ഥയിലേക്ക് വളർന്നു വരുവാൻ ആവശ്യമായതെല്ലാം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു ഓൺലൈൻ മാധ്യമം എന്ന നിലയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഈ ചാനലും പ്രതിബദ്ധതയോടെ പങ്കുചേരും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.